ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് കർക്കിടകം 31 ദിവസമാണ്. ഇന്നൂടാകുമ്പം തീരും. നമുക്ക് ഇത്രയും എല്ലാ മക്കളും പറയുന്നത് പോലെ ഭഗവാൻ നമ്മൾക്ക് ഇന്നും കൂടെ ആകുമ്പോൾ മുടങ്ങാതെ ചെയ്തല്ലേ. ഇടയ്ക്ക് വെച്ച് വളരെ എന്നിട്ട് എനിക്ക് മുടങ്ങാനുള്ള ഭയമോ വിഷമോ ഒന്നും ഉണ്ടായില്ല. അറിഞ്ഞുകൂടാ, അത് ഇങ്ങനെ നടന്നു പോകുന്ന ചിന്ത അറിയൂ, അല്ലാതെ ഒന്നും അറിയില്ല. അത് അങ്ങ് നടക്കുള്ള ഒരു ഉള്ളിലൊരു ഇതുണ്ട്. അതായിരിക്കും ഒരു വിഷമമില്ലാത്തത്. എന്താ എനിക്ക് വയ്യാതായിപ്പോയി അങ്ങനൊന്നും എനിക്ക് ചിന്തയൊന്നുമില്ല, അങ്ങനെ പേടിയൊന്നുമില്ല. എന്താണെന്നറിയില്ല, വന്ന് സംഭവിക്കുന്നതാണ്. അതെല്ലാവർക്കും നമസ്കാരം മക്കളെ. ഒന്നിനും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാനെ അർപ്പിച്ചാൽ മതി. ഭഗവാൻ അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യും, വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. മുടങ്ങുവാണോ, നമ്മൾ ചെയ്ത കുറ്റമല്ല, ഭഗവാൻ മുടക്കിയത് ചിന്തിക്കണം. എല്ലാം അങ്ങനെയാണ്. ഭഗവാൻ നടത്തിക്കൊണ്ട് പോയാൽ അത് ഈശ്വരൻ നടത്തിക്കൊണ്ട് പോയി. അവിടെ മുടക്കിയോ, അത് ഭഗവാൻ അത്രയും മതി. അങ്ങനെ നമ്മൾ ചിന്തിക്കുക, നമുക്ക് വിഷമം ഉണ്ടാവത്തില്ല. ഞാൻ അങ്ങനെ, എനിക്ക് അതുകൊണ്ട് ഒന്നിനും ഒരു വിഷമം തോന്നത്തില്ല. അഥവാ അത് മുടങ്ങിയെന്ന് പറഞ്ഞൊരു വിഷമോ അങ്ങനൊന്നുമില്ല. പക്ഷെ മക്കളത് പറയുമ്പോൾ ഞാൻ ഓർക്കും, ശരിയാണല്ലോ, മുടങ്ങാതെ നമുക്ക് ഭഗവാൻ കടാക്ഷിച്ചല്ലോ. എല്ലാ ഭക്തമക്കളുടെയും ദൈവികവും ഭഗവാന്റെ കൃപയെല്ലാം എല്ലാ ഭക്തമക്കൾക്കും ഉള്ളത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എന്താ പറയുക, ഇന്നൂടാകുമ്പം നമുക്ക് സ്തുതിക്കാം ആദ്യമേ, എന്നിട്ട് വായിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണം എല്ലാ വിവരങ്ങളും അറിയിക്കണം. അപ്പോൾ ചിത്രകൂടാചലത്തിൽ ചെന്ന് നിന്ന ആ സമയം വരെ ഉള്ളത് ഭരതൻ അറിയാം. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ എല്ലാം ഞാൻ പറഞ്ഞു തരാം, ഹനുമാൻ ഭരതനോട് പറഞ്ഞു. അയോധ്യ പ്രവേശം. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാൻ അനന്തരം. അതായത് അയോധ്യയിലേക്ക് പ്രവേശിക്കാൻ ഭഗവാൻ വരുമ്പോൾ അവിടെ എന്തെല്ലാം മോടി പിടിപ്പിക്കണം, അത് ഭരതൻ അനുജനോട് പറഞ്ഞു. അത്യാദരം എന്തൊക്കെ അവിടെ വേണ്ടതെല്ലാം ഒരുക്കണം. പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണം എല്ലായിടവും. നമുക്ക് വിവാഹങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാ, അതുപോലാണോ ഇത്? ഭഗവാനല്ലേ. അപ്പം നമുക്ക് ഒരു ഉദാഹരണം അത് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. എത്രമാത്രം ഒരുക്കങ്ങളാ, അലങ്കാരങ്ങളാ. അതുപോലെ ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലി ഉണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാതി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികൾ ഒരുക്കണം ഏവരും. രാജതാരങ്ങൾ അമാത്യജനങ്ങളും
വാജി ഗജരഥ പങ്ക്തി സൈന്യങ്ങളും. ഇനി ഇതൊക്കെ അറിയാലോ, വാജി കുതിരയാണെന്നും ഗജം ആനയാണെന്നും, അവർ കുതിര കൊണ്ടുള്ള രഥം, ആന കൊണ്ടുള്ള രഥം, ഇതൊക്കെ ഈ ഒരുക്കത്തിന് ഇതെല്ലാം വേണം. എഴുന്നള്ളത്ത് പോലെയാണ് ഇവർ. ഇപ്പം ഒരു വിവാഹത്തിന് ചെറുക്കൻ കൂട്ടരെ ആനയിക്കാൻ പോകുന്നത് എങ്ങനെയാ, അത്ര അതുപോലെ ഭഗവാൻ വന്ന് വരുമ്പോൾ ഇവരെല്ലാം എതിരേറ്റ് കൊണ്ടുവരാനായിട്ട് ഒരുങ്ങി പോകണം, അതിനുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ വാജി ഗജ രഥ പങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ച ആരൂഢമോദം വരേണമെല്ലാവരും, എല്ലാവരും ഒരുങ്ങണം. ഭയങ്കര ആഘോഷമാണല്ലോ. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗം അടിച്ചു തളിപ്പിക്കുകയും വേണം. ഈ കൊടികളെല്ലാം വഴികളെ വിധാനിക്കാൻ വേണ്ടി അവിടെല്ലാം മാർഗം വഴിയെല്ലാം അടിച്ച് തളിക്കണം, വൃത്തിയാക്കണം. പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. മുനിമാരും ബ്രാഹ്മണരും രാജാക്കന്മാരും വീരരും നല്ല നല്ല ധൈര്യശാലികളായ വീരന്മാരും എല്ലാവരും വരണം. പൗരജനങ്ങൾ ആബാല വൃദ്ധാവധി, കുഞ്ഞുകുട്ടി വയസ്സൊന്നും എല്ലാവരും പൗരജനങ്ങൾ. ശ്രീരാമനെ കാൺമതിന് വരുത്തണം. ശത്രുഘ്നം ഭരതാജ്ഞയാ തൽപുരം ചിത്രമാമാർ അലങ്കരിച്ചിടിനാൻ. ഭരതന്റെ ആജ്ഞപ്രകാരം ശത്രുഘ്നെ എല്ലാം ഒരുക്കി അവിടെയൊക്കെ അലങ്കരിച്ചു. ശ്രീരാമദേവനെ കാൺമതിനായി വന്ന് പൗരജനങ്ങൾ നിറഞ്ഞു അയോധ്യയിൽ. എല്ലാവരും വന്ന് നിറഞ്ഞു അയോധ്യയിൽ. വാരണേന്ദ്രന്മാരൊരു 10,000. വാരണം ആന, നമുക്ക് തെറ്റിപ്പോരുത്. വാരണം ആന, വാനവർ ദേവന്മാർ, വാനരൻ കുരങ്ങന്മാർ, ഇങ്ങനെ 2-3 പേര് വരും, നമുക്ക് തെറ്റിപ്പോരുത്. വാരണം ആന, അത് വാരണേന്ദ്രൻ നല്ല ഗജം, നല്ല നല്ല പ്രൗഢിയുള്ള ആനകൾ 10,000. അപ്പം വാനരൻ എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ്. വാനവർ അവിടെ വാ വരും, അത് ദേവന്മാർ. ഇങ്ങനെ പലതും പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ തെറ്റിപ്പോവില്ലേ. വാരണേന്ദ്രന്മാർ ആന 10,000, തേരും ഔവണ്ണം 10,000 ഉണ്ട്. 100,000 തുരകങ്ങൾ, അതായത് അശ്വം കുതിര. 100,000 തുരകങ്ങളുണ്ട്. 500,000 ഉണ്ട്. കാലാൾ പടകളും 500,000. 500,000 അപ്പം 500,000 ഉണ്ട് കാലാള്. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാമകുമാരനെ കാൺമാൻ ഉഴറിനാർ. അപ്പം രാജനാരീജനം, രാജാക്കന്മാരുടെ ഭാര്യമാരാകുന്ന ഒരുപാട് രാജനാരികളുണ്ടല്ലോ, അവർ തണ്ടിൽ പല്ലക്കിലേറി ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാനായിട്ട് രാമകുമാരനെ കാൺമാൻ ഉഴറിനാൻ. പാതുകം മൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാർ. ഭരതൻ നടന്ന് പോയി. പാതുകം, ഭഗവാന്റെ പാതുകം. നമ്മൾ എഴുന്നള്ളത്തിന് ഭഗവാനെ എങ്ങനെയാണ് എഴുന്നള്ളിക്കുന്ന, ആനപ്പുറത്ത് ഭഗവാനെ പിന്നെ അമ്പലത്തിനകത്തുനിന്ന് വിഗ്രഹം എടുത്ത് എഴുന്നള്ളിക്കുന്നത്, അതുപോലെ ഭഗവാന് പകരമാണ് പാതുകം. അതുകൊണ്ട് പാതുകം മൂർധനി ഭരതൻ്റെ ശിരസിൽ വെച്ചും കൊണ്ട് പാദാചാരേണ നടന്നു ഇവർക്കൊപ്പം അലങ്കാരത്തോടുകൂടി എഴുന്നള്ളിക്കൊണ്ട് പോകും. ഭഗവാന്റെ പകരം, ശ്രീരാമന് പകരം ഉള്ളതാണ് ഈ പാതുകം. പാതുകം മൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാർ. ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാൻ അതു നേരം. പിന്നെ ശത്രുഘ്നനും കൂടെ പോയി. പൂർണ്ണ ചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണാൻ ചമഞ്ഞിതു ദൂരെ മനോഹരം. അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഇങ്ങനെ ആഘോഷത്തോട് എഴുന്നള്ളിക്കിങ്ങനെ പോയപ്പോൾ പൂർണ്ണ ചന്ദ്രാഭമാം പുഷ്പകം, അത് പുഷ്പക വിമാനം. പുഷ്പകം എന്ന് പറഞ്ഞാൽ ഈ വിമാനം, ലങ്കയിൽ നിന്ന് വിമാനം. പൂർണ്ണ ചന്ദ്രാഭമാം പുഷ്പകം അന്നേരം കാണാൻ ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാൻ അതു നേരം. അങ്ങനെ ഇവരെ ഇങ്ങനെ പൊക്കൊണ്ട് തന്നെ ഭഗവാൻ അവിടെ നിന്ന് വരുന്നു വിമാനത്തിൽ മനോഹരമായി. അപ്പോൾ മാരുതപുത്രൻ എന്താ പറഞ്ഞത്? ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രനും സീതയും. അത് ഈ ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പക വിമാനത്തിൽ ആരായിരിക്കുന്നത്? തന്മേൽ അരവിന്ദ നേത്രൻ, ഭഗവാൻ ശ്രീരാമനും സീതയും. പിന്നെയോ ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളൊരു സൈന്യ സമന്വിതം. പ്രധാനികളായ ഇപ്പം സുഗ്രീവൻ രാജാവാണ്, വിഭീഷൺ രാജാവാണ്,
പിന്നെ ലക്ഷ്മണൻ സുഗ്രീവ നക്തഞ്ചരാധിപ മുഖ്യരായുള്ളവരാണ്. സൈന്യസമന്വിതം കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം. ഭഗവാന്റെ ശരീരം, അത് ഭഗവാനെ ശ്രീരാമനെ നിങ്ങൾ കണ്ടുകൊള്ളൂ. പരമാനന്ദം ആയിരിക്കുന്ന ഭഗവാൻ ശ്രീരാമനെ, വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ എന്ന് പറയാം. ഭഗവാനെ കാണുന്ന വിഗ്രഹം വെച്ചാൽ ദേഹം, ഭഗവാനെ കാണുക. നിങ്ങൾ മുഖ്യരായുള്ള ഈ സൈന്യ സമന്വയമായിട്ട് ഭഗവാൻ എഴുന്നള്ളി വരുന്നു വിമാനത്തിൽ. കണ്ടുകൊള്ളുവൻ പരമാനന്ദ വിഗ്രഹം. പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘന അപ്രദേശത്തോളം ഉൽപ്പതിച്ചു ബലാൽ. ജനപ്രീതിജാ ശബ്ദം, ജനങ്ങളുടെ ഘോഷം, ആഘോഷം, അത് അത്രമാത്രം ആരവം. എന്തു പറയുന്നു? ഘന അപ്രദേശത്തോളം, അതിൻ്റെ ഘനം ആകാശത്തോളം ഉൽപ്പതിച്ചു. അത്രത്തോളം പ്രീതിയാ ജനങ്ങൾക്ക്. ഭഗവാൻ ഇങ്ങനെ വന്നപ്പോൾ ജനങ്ങളെല്ലാം ആരവം എടുത്ത് ശബ്ദം ഉണ്ടാക്കി. ജനപ്രീതി, അത്ര ജനപ്രീതിയാ. ജനപ്രീതിജാത ശബ്ദം ഘനം അഭ്രദേശം, ആകാശത്തോളം ഉൽപ്പതിച്ചു ബലാൽ ആ ശബ്ദം. ബാലവൃദ്ധ സ്ത്രീ തരുണ വർഗാരവം. അപ്പം ബാലന്മാരുടെയും അത് കുഞ്ഞുങ്ങളുടെയും വൃദ്ധ സ്ത്രീ തരുണ വർഗ ആരവം, കോലാഹലം പറയാമതല്ലേതും. അവരുടെ എല്ലാവരും, കുഞ്ഞുകുട്ടി, വൃദ്ധ, എല്ലാവരും, തരുണികൾ, ബാലസ്ത്രീകളും എല്ലാ വകുപ്പിൽപ്പെട്ട എല്ലാവരും ആരവം, കോലാഹലം പറയാമതല്ലേതും. അത്ര ആരവമായിരുന്നു. വാരണവാജി രഥങ്ങളിൽ നിന്ന് അവർ പാലിലിറങ്ങി വണങ്ങിനാരേവരും. ആനയുടെ പുറത്തുനിന്നും രഥത്തിൽ നിന്നും എല്ലാവരും എന്ത് വന്നു? ഭഗവാനെ കണ്ടപ്പോൾ എല്ലാവരും അതിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ട് ഭഗവാനെ വണങ്ങി. ചാരുവിമാന അഗ്രസംസ്ഥിതനാ ജഗൽക്കാരണഭൂതനെ കണ്ടു ഭരതനും. വിമാനത്തിന് അഗ്രസംസ്ഥനായിരിക്കുന്ന ഭഗവാനെ കണ്ടു ഭരതൻ. മേരുമഹാഗിരി മൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. വലിയ പർവ്വതത്തിന് മുകളിൽ ശോഭയോടുകൂടി സൂര്യൻ എങ്ങനെയാണ് ഉദിച്ച് നിൽക്കുന്നത് അതുപോലെ അത്രത്തോളം ശോഭയോടുകൂടി കണ്ടു. മുകളിൽ നിന്ന് ഇങ്ങനെ ആകാശത്ത് വരുമല്ലയോ, അപ്പം വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നത് പോലെ കണ്ട പോലെ തോന്നി. അങ്ങനെ കണ്ടു വണങ്ങി ഭരതൻ. ചിൽ പുരുഷാജ്ഞയാ താണിതുമെല്ലവേ. ഈ വിമാനം ഭഗവാന്റെ ആജ്ഞപ്രകാരം പതുക്കെ താണു താഴേക്ക്. ചിൽ പുരുഷാജ്ഞയാ താണിതു മെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദ ബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിനാൻ. അവര് ആ വിമാനത്തിൽ തന്നെ ഇരിക്കുക, താഴേക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴെന്തു വന്നു? ആനന്ദ ബാഷ്പം, കണ്ണുനീരോടെ ഈ ഭരതൻ അനുജനായി. അത് അനുജനാരാണ്? പേരെന്തുവാ? മറന്നുപോയി. ശത്രുഘ്നൻ്റെ കൂടെ. ശത്രുഘ്നും ഭരതനല്ലേ നാട്ടിലുള്ളു. ലക്ഷ്മണനും ഭഗവാനും വിമാനത്തിലുണ്ടല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വിമാനത്തിലേക്ക് കയറി. വീണു നമസ്കരിച്ചോരനുജന്മാരെ. വിമാനത്തിൽ തന്നെ കയറി അവിടെ ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഈ നമസ്കരിച്ച അനുജന്മാരെ, ഈ കുട്ടികളെ, ഭരതനെയും ശത്രുഘ്നെയും ഷോണീന്ദ്രനും ഉത്സംഗസീമിനെ ചേർത്തിടിനാൻ. ഷോണീന്ദ്രൻ വെച്ചാൽ ശ്രീരാമൻ, ഭൂമിപതി, ദേവിയുടെ ഭർത്താവല്ലയോ, അതിനാണ് ഷോണീന്ദ്രൻ. ഭൂമിയുടെ ഭർത്താവായ ശ്രീരാമൻ്റെ ഉത്സംഗസീമന്. ഈ രണ്ടുപേരും കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ മടിയിലേക്ക് ചേർത്ത് രണ്ടുപേരെയും പിടിച്ചിരുത്തി. എത്രയോ നാളുകൊണ്ട് കണ്ടതാ. അങ്ങനെ വീണ് നമസ്കരിച്ച ഒരു അനുജന്മാരെ ഷോണീന്ദ്രനും ഉത്സംഗസീമന് ചേർത്തിടിനാൻ. കാലം അനേകം കഴിഞ്ഞ് കണ്ടിടുന്ന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഒത്തിരി വർഷമായില്ലേ, കാലം അനേകം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അങ്ങനെ കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനും ഭരതൻ പദം ഭക്തിയാ വണങ്ങിനാനാശ സൗമിത്രിയെ. ശത്രുഘ്നും വണങ്ങിടിനാൻ ആദരാൽ. അവർ മൂത്തവര് ഇളയവർ വണങ്ങും. ലക്ഷ്മണനെ ആര് വണങ്ങണം? ശത്രുഘ്നെ വണങ്ങണം. ഭരതനെ ആര് വണങ്ങണം? ലക്ഷ്മണന് വണങ്ങണം. ശത്രുഘ്നൻ കൂടെ ഉണ്ടല്ലോ, എപ്പോഴും കൂടെ ആരുന്ന്. അപ്പം ലക്ഷ്മണനും ശ്രീരാമനെയാണ് ഇവർ കാണാതെന്ന്. അപ്പോൾ ഇളയ ആൾ ശത്രുഘ്നൻ ലക്ഷ്മണനെ വണങ്ങണം. പിന്നെ ശത്രുഘ്നെ ലക്ഷ്മണനെ വണങ്ങണം പാദത്തിൽ. മൂപ്പനുസരിച്ചാണ്. അങ്ങനെ ഭക്തിയ വണങ്ങനാശ സൗമിത്രിയെ ലക്ഷ്മണനെ. ശത്രുഘ്നും വണങ്ങിടനാൻ ആദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹി തൻ പദം വീണു വണങ്ങിനാൻ. ഇവരെല്ലാവരും, അതായത് ഭരതനും സോദരനോടും കൂടെ എന്തു വന്നു?
വൈദേഹി സീതയെ 14 വർഷം കൂടി കണ്ടതല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ പിള്ളേരാണല്ലോ ഭരതന് ശത്രുഘ്നൻ. അവർ സീതാദേവിയെ പദം വീണു വണങ്ങി. സുഗ്രീവൻ അംഗദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ രഥിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റു ആനന്ദേന ഗാഠം പുണർന്നിതു. എല്ലാവരെയും ആരും തരം തിരിച്ചില്ല. ഭഗവാൻ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചെയ്തു. മാരുതി വാചാ ഭരതകുമാരനും പുരുഷവേഷം ധരിച്ചാർ കവികളും. അതായത് പിന്നെ അവർ മനുഷ്യന് ഇടുന്ന വേഷം ധരിച്ച് ഈ കുരങ്ങന്മാർ പ്രീതിപൂർവ്വം കുശലം വിചാരിച്ച് അതിമോദം കലർന്ന് വസിച്ചാർ അവർകളും. അങ്ങനെ പ്രീതിപൂർവ്വം കുശലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിചാരിച്ചത് അതിമോദം കലർന്ന് വസിച്ചാർ അവർ എല്ലാവരും സന്തോഷമായി. സുഗ്രീവനെ കനിവോട് പുണർന്നഥ ഗൽഗതവാച പറഞ്ഞു ഭരതനും. കാരണം തലേന്ന് പിന്നെ എന്തോ ഹനുമാനല്ലയോ ഭരതൻ അടുത്ത് എല്ലാം വന്ന് പറഞ്ഞത്. സുഗ്രീവനാണ് ഇതെല്ലാം സഖ്യം ചെയ്ത് ഇത്രയും ആക്കിയെടുത്തത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് സുഗ്രീവൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചില്ലേ. അതുകൊണ്ട് അത് ഭരതനറിയാം. എങ്ങനെ പറഞ്ഞു? ഹനുമാൻ എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, സുഗ്രീവനെ കണ്ടിട്ട് ഉടനെ പറയുന്നു ഗൽഗത വാച. ഭരതൻ ഗൽഗതത്തോടുകൂടി പറഞ്ഞു ഭരതനും. അതായത് സുഗ്രീവനോട് പറയുന്നു, നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. നൂനം ഭവൽ സഹായേന, സുഗ്രീവന്റെ സഹായം കൊണ്ട് രഘുവരൻ ശ്രീരാമൻ മാനിയാകുന്ന രാവണനെ വധിക്കാൻ അത്രത്തോളം കച്ചകെട്ടി ഇറങ്ങുന്ന തന്നെ പറയാം നമുക്ക്. സുഗ്രീവൻ വിചാരിച്ചില്ലെങ്കിൽ ഇത്രയും കവികളും എല്ലാം ഒത്തുചേർന്ന് നടക്കാൻ ആരെ കൊണ്ട് പറ്റും? അപ്പോൾ അദ്ദേഹം സഹായിച്ചതുകൊണ്ടല്ലേ. 4 സുതന്മാർ ദശരഥ പൂപന് ഇക്കാലം അഞ്ചാമനായി ചമഞ്ഞു ഭവാൻ. അതുകൊണ്ട് എന്താ പറഞ്ഞ ഈ ഭരതൻ നൂനം ഭവൽ സഹായന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാരുണ്ട് ദശരഥ മഹാരാജാവിന്. എന്നാൽ ഇപ്പോൾ 5-മനായി ചമഞ്ഞു ഭവാൻ സുഗ്രീവൻ. 4 സുതന്മാർ ദശരഥ ഭൂപൻ ഇക്കാലം ഇപ്പോൾ ഇത്ര നാളും 4 പേരെ ഉള്ളായിരുന്നു. ശ്രീരാമനും ഭരത ശത്രുഘ്ന ലക്ഷ്മണനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും മുതൽ ഇക്കാലം 5-മനായി ചമഞ്ഞു ഭവാൻ. ആരാ? സുഗ്രീവൻ. പഞ്ചമഭ്രാത ഭവാൻ. ഇനി ഞങ്ങൾക്ക് 5-മതുള്ള ഒരു സഹോദരനാണ് താങ്കൾ. ഭവാൻ അത് സുഗ്രീവൻ. അപ്പോൾ അവർ 4ൻ്റെ കൂടെ 1 കൂടെ ആയി 5, മൊത്തം 5 മക്കളായി. കാരണം സഹോദരനായിട്ട് സുഗ്രീവനെ അവർ അംഗീകരിച്ചു. പഞ്ചമഭ്രാത ഭവാൻ. ഇനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറിയടോ. അല്പം പോലും സംശയമില്ല. ഞങ്ങൾക്ക് ഒരു സഹോദരനും കൂടെ വന്നു. 5-മത് ശോകാതുരയായ കൗസല്യ തൻ പദം രാഘവൻ ഭക്തിയ നമസ്കരിച്ചിടിനാൻ. അങ്ങനെ അമ്മയുടെ പാദവും ശ്രീരാമൻ നമസ്കരിച്ചു. കാലേ കനിഞ്ഞു പുണർന്നാളുടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയായ മാതൃപാദത്തെയും കാകുൽസ്ഥനാശു സുമിത്ര പദാബ്ജവും. അതായത് കൈകേയുടെയും എല്ലാവരും അമ്മമാരാണല്ലോ. കാകുൽസ്ഥൻ അത് ശ്രീരാമൻ, സുമിത്ര പദാബ്ജവും വന്ദിച്ചു 3 അമ്മമാരെ. പിന്നെ മറ്റ് ഉള്ള അവിടെ ആരെല്ലാം അമ്മമാരുണ്ടോ അവരെ അതാണ് വന്ദിച്ച്. മറ്റുള്ള മാതൃജനത്തെയും വേറെ പല അമ്മമാരോടുണ്ട്, അവരെയും നന്ദിച്ച് അവരും അണച്ചു തടകിന. അവരും തിരിച്ച് ശ്രീരാമനെ തഴുകി. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ ഉൾക്കാൻ പഴിഞ്ഞു പുണർന്നാർ അവർകളും. ലക്ഷ്മണനും അതുപോലെ തന്നെ ചെയ്തു. സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദം ഉൾക്കൊണ്ടു പുണർന്നാർ അവർകളും. അങ്ങോട്ടും ഇങ്ങോട്ടും അവരും സന്തോഷിച്ചു, ആനന്ദിച്ചു. സുഗ്രീവനാദികളും തൊഴുതിടിനാരഗ്രേ വിനീതയായി നിന്നിതു താരയും. സുഗ്രീവനാദികളും തൊഴുത് അഗ്രേ വിനീതയായി നിന്ന് ആരാ? താര, ബാലിയുടെ ഭാര്യ. ബാലിയെ കൊന്നല്ലോ ആ താര. ഭക്തി പരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുക ദ്വന്ദ്വവും. ഭക്തിപരവശനായ ഭരതൻ എന്ത് ചെയ്തു? ചിത്തമഴിഞ്ഞു. മനസ്സ് ചിത്തം അത്രത്തോളം ഇഴിഞ്ഞു അങ്ങനെ അങ്ങ് എന്ത് ചെയ്യുന്നു? തൽപാതുക ദ്വന്ദ്വം 2 പാതുകങ്ങളും ശ്രീരാമ പാദാരവിന്ദങ്ങൾ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. ഭഗവാന്റെ പാദത്തിൽ കൊണ്ട് 2 പാദവും കൊണ്ടുവച്ചിട്ട് പാരിൽ ആ
പാദത്തിങ്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജനാം നിങ്ങൾ സമർപ്പിച്ചത് ആദരാൽ. അതായത് പിന്നെ പണ്ട് 14 വർഷം മുമ്പ് എന്നെ അങ്ങ് ഏൽപ്പിച്ച രാജ്യം ഇപ്പോൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. രാജ്യം ഭഗവാൻ പാതകം കൊണ്ട് അതിന് പകരല്ലേ വന്നേക്കുന്നേ. ഭഗവാൻ വരുവോളം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിലേ തിരിച്ചു വന്നത്. അതുകൊണ്ട് അന്ന് എന്നെ ഏൽപ്പിച്ച രാജ്യം ത്വയ അങ്ങ്, രാജ്യം ദത്തം എങ്കൽ പുരാദ്യ പണ്ട് ഏൽപ്പിച്ചത് ഞാൻ ഇന്ന് പൂജന അങ്ങ് പൂജനാകുന്ന അങ്ങയിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു ആദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയനിന്നു നിർണയം. സർവഭാരവും ഒഴിഞ്ഞുപോയി, എനിക്ക് സന്തോഷമായി, എൻ്റെ ജന്മം സഫലമായി. ഭരതൻ പറയുന്നു, എന്തൊരു ഉത്തരവാദിത്വമായി 14 വർഷം സഹിച്ചെന്നറിയോ. ഇനി എനിക്ക് എല്ലാം സഫലമായി വന്നു, ധന്യനായേ നടിയൻ നിർണയം. ചില അനിയന്മാരാണെങ്കിൽ ഇങ്ങനെ പറയും, ചേട്ടൻ വന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി കൊന്നു കളയാം, എനിക്ക് രാജ്യം വേണം, ചേട്ടൻ പിടിച്ചുറച്ച് വെക്കാണ് ഞാനിനി കൊടുക്കുന്നതിൽ എന്നാൽ ഈ ചേട്ടനെ വക വരുത്താം എന്നൊക്കെ കാണുന്ന ലോകമായി ഇന്ന്. എല്ലായിടവും പിടിച്ചുപറിയുക. സ്വന്തം മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളാണെങ്കിലും എല്ലാത്തിനും കൊന്നെങ്കിലും ജീവിക്കണം ആ ചിന്ത. ഇതെങ്ങനെയാ ഭഗവാന് വേണ്ടി കാത്തിരിക്കുന്ന അനുജൻ. രാജ്യം ത്വയാ ദത്തം എങ്കൽ പുരാദ്യ ഞാൻ പൂജന നിങ്ങൾ സമർപ്പിച്ചതാദരാൽ. ഇന്നു മജ്ജന്മം സഫലമായി വന്നിതു ധന്യനായേ നടിയനിന്നു നിർണയം. ഇന്ന് മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭു. പണ്ടേതിൽ ഇന്ന് 10 മടങ്ങായുടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂവതെ. പണ്ടേത് വെച്ച് ഇന്ന് ഭഗവാൻ ഇവിടുന്ന് ശ്രീരാം ഇവിടുന്ന് പോകുമ്പോൾ, അത് ദശരഥ മഹാരാജാവൊക്കെ മരണസമയത്താണല്ലോ എല്ലാം ആ സമയം വരെ ഉള്ള രാജ്യത്തിൻ്റെ ഭണ്ഡാരം എങ്ങനെയായിരുന്നു പണ്ടേതിൽ അതിൽ വെച്ച് ഇന്ന് 10 മടങ്ങായുടനുണ്ടിഹ അന്നത്തേനേക്കാൾ 10 മടങ്ങും കൂടെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. രാജഭണ്ഡാരവും ഭൂവതെ രാജാവേ ശ്രീരാമനോട് പറയുന്നു. ഇപ്പോൾ അന്ന് ഇവിടുന്ന് പോകുമ്പോൾ 14 വർഷം മുമ്പ് പോകുമ്പോൾ എത്രത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ 10 മടങ്ങ് ഇവിടെ സമ്പാദ്യം രാജഭണ്ഡാരം ഉണ്ട്. ആനയും തേരും കുതിരയും പാർത്ത് ഊനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ, ഒരു കുറവില്ലാതെ തന്നെ 10 മടങ്ങുണ്ടല്ലോ, ഒട്ടും തന്നെ കുറവില്ല. നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം നിന്നുടെ ഭഗവാന്റെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്ന് വരെ രാജ്യം അത്ര രക്ഷിച്ചതും ഞാൻ ഇതുവരെ ഇവിടം വരെ ഞാൻ രാജ്യം രക്ഷിച്ചു. ഭരതൻ പറഞ്ഞു, ത്യാജ്യം അല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക. ഭവാനിനി മറ്റേതു ആലംബനമില്ല കാരുണ്യവാരിധേ. ഞങ്ങൾക്കിനി വേറൊരു ആലംബനം മറ്റാരുമില്ല, ഇനി അങ്ങ് തന്നെയാണ് ഞങ്ങൾ രക്ഷിക്കേണ്ടത്, ഞങ്ങളെല്ലാവരെയും. ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ അങ്ങ് തന്നെ ഇനി രാജ്യവും ഞങ്ങളെയും ഈ ഭുവനത്തിൽ ആരെല്ലാം ഉണ്ടോ പ്രജകൾ അവരെ എല്ലാവരെയും പാലനം ചെയ്യുക, ഞങ്ങളെല്ലാം പാലിക്കണം. ഭവാനാണ് ചെയ്യേണ്ടത്, മറ്റേതും ഒരു ആലംബനമില്ല കാരുണ്യവാരിധേന്ന് ഭരതൻ ഭഗവാനോട് പറയുന്നു. അങ്ങനെ രാജ്യാഭിഷേകം ചെയ്യാണ്. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ പ്രശംസിച്ച് എല്ലാവരും. കാരണം ഇങ്ങനെ എവിടെങ്കിലും ഉണ്ടോ സഹോദരങ്ങൾ ഇത്രയും സ്നേഹത്തോടുകൂടി എല്ലാം, ഒരു രാജ്യം പോലും ആരും വേണ്ടെന്ന് വെക്കത്തില്ല, അത്രമാത്രം എന്താ സ്നേഹം ഭരതന്, നല്ല ഉത്തമനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എന്ത് സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി. ഇതെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സന്തുഷ്ടനായി രഘുകുലനാഥന് അന്തർമുദ വിമാനേന മാനേന പോയി. എവിടേക്കാ? ബഹുമാനിതനായി. ഇത് കേട്ടപ്പോൾ അന്തർമുദ വിമാനന ബഹുമാനിതനായി. നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നത. ഇവരെല്ലാം ഓരോരോ ഭാഗത്താണ്, 3 തള്ളന്മാരല്ലേ. അങ്ങനെ ഭരതൻ്റെ ആശ്രമത്തിലേക്ക് ഭഗവാൻ ആ വിമാനത്തിൽ തന്നെ ബഹുമാനത്തോടെ തന്നെ പോയി. ഭരതൻ ഇത്രയും പറഞ്ഞപ്പോൾ നന്ദിഗ്രാമത്തിൽ ഭരതൻ്റെ ആശ്രമത്തിലേക്ക് ചെന്നതാ. മന്ദം മഹീതലം തന്നിറങ്ങിനാൻ. അവിടെ വിമാനം അവിടെ ഇറക്കി. ഭഗവാന്റെ അടുക്ക വിമാനത്തിൽ കയറിയിട്ട് പാദത്തിൽ നമസ്കരിച്ചിട്ടാണ് ഇതൊക്കെ പറയാ. അപ്പം മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു. ചിലപുരുഷൻ അരുളി ചെയ്താൻ അനന്തരം. വിമാനത്തിനെ മാനിക്കണ്ടേ, വിമാനത്തെ തിരികെ പോകണ്ടേ. അതുകൊണ്ട് പതുക്കെ മന്ദം ചെന്ന് ഭരതൻ്റെ ആശ്രമത്തിൽ ചെന്ന് ഇറങ്ങിയിട്ട് പുഷ്പകമായ ഈ പുഷ്പക വിമാനത്തെ മാനിച്ചു. ചിൽപുരുഷൻ അരുളി ചെയ്താൻ അനന്തരം. എന്താ പറഞ്ഞത് ഭഗവാൻ? ഈ വിമാനത്തിൻ്റെ
ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നിടൂ ഞാൻ നിരൂപിക്കുന്ന നേരത്ത് നിന്നെ വിരോധിക്കുകയുമില്ല ഒരുത്തനും. അതായത് ഇപ്പോൾ നീ ഈ വൈശ്രവണനോട് പറഞ്ഞു ചെന്ന് വഹിക്ക, എവിടെയാ ഇത്, എവിടാ കൊണ്ട് വിമാനം ഒഴിച്ചിടുന്നത്, അവിടേക്ക് അളകാപുരിയിൽ. അതുകൊണ്ട് മുന്നേ കണക്കെ അന്ന് ഇങ്ങനെ വിചാരിച്ചപ്പം വരുന്നൊരു വിമാനമാണ്. ഇവർ വിചാരിക്കും ആ വിമാനം വരും, അങ്ങനെ മുന്നേ കണക്ക് എങ്ങനെ വന്ന് അതുപോലെ വിശേഷിച്ച് നീ മുതാ വന്നിടൂ ഞാൻ എപ്പോൾ നിരൂപിക്കുന്നു ആ സമയത്ത് നീ വരണം. ആരും വിരോധിക്കയില്ല, ഒരുത്തരും വിരോധിക്കയില്ല എന്നരുൾ ചെയ്തു കേട്ടു വന്ദിച്ചു പോയി ചെന്ന് അളകാപുരി പൊക്കു വിമാനവും. അളകാപുരിയിലേക്ക് വിമാനം പറത്തി അവിടേക്ക് പോയി. ഇനി ഇവർക്കൊക്കെ തിരിച്ചു പോകണം, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. സോദരനോട് വസിഷ്ഠനാം ആചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. അങ്ങനെ സോദരനും ഭഗവാനും കൂടെ വസിഷ്ഠ മഹാമുനിയുടെ പാദം നമസ്കരിച്ചു രഘുനായകൻ. ആരും കൂടെയാ? സോദരൻ ലക്ഷ്മണൻ. ആശീർവചനവും ചെയ്തു മഹാസനം ആശ കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. സോദരൻ എന്ന് വെച്ചാൽ ലക്ഷ്മണൻ തന്നെ ആവണോ അതോ ഇനി ഭരതനാണോ എന്നറിയില്ല. എന്നരുൾ ചെയ്ത് കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പൊക്കു വിമാനവും. സോദരനോട് വസിഷ്ഠനാം ആചാര്യപാദം, ചിലപ്പം ഭരതൻ തന്നെയായിരിക്കും, ലക്ഷ്മണൻ എടുത്ത് പറയുന്നില്ല. ഇത്രനേരം പറഞ്ഞുകൊണ്ടിരുന്നെല്ലാം ഭരതനുമായിട്ടാണല്ലോ, അതുകൊണ്ട് ഭരതൻ്റെ ആശ്രമത്തിലല്ലേ ചെന്നേക്കുന്നത്. അപ്പോൾ വസിഷ്ഠ മഹാമുനിയോട് ഇവരെല്ലാം പാദത്തിൽ നമസ്കരിച്ചു. രഘുനായകൻ ആശീർവചനവും ചെയ്തു ആസനം ആശ കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. നല്ലൊരു ഇരിപ്പിടം ഗുരുവിന് കൊടുത്തു. വസിഷ്ഠന് ദേശികാനുജ്ഞയ ഭദ്രാസനെ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. ദേശിക അനുജ്ഞയ, അതായത് ഈ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ഭദ്രാസന നല്ലൊരു ആസനത്തിൽ ആരിരുന്നു? ശ്രീരാമനും ഇരുന്നു. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്ന് അപേക്ഷിച്ചതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം എല്ലാവരും പറയുന്നു, ശ്രീരാമൻ തന്നെ ഇവിടെ ഈ ഭൂതലം രക്ഷിക്കണം, രാജാവാവണം. വാമദേവാദി മഹാമുനി വർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഈ ഭൂതലം ഈ രാജ്യം രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചതു ലക്ഷ്മീപതിയായ രാമനോട്. അന്നേരം ബ്രഹ്മസ്വരൂപനാം ആത്മാ രാമൻ ഈശ്വരൻ, ജന്മനാശാദികളില്ലാത്ത മംഗലൻ, ഭഗവാന് ജനനമരണങ്ങളില്ലാത്ത ഭഗവാൻ, ബ്രഹ്മസ്വരൂപനായിരുന്ന ഈശ്വരൻ, നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മലൻ നിഷ്കളൻ നിർഗുണൻ അഭയൻ, ചിന്മയൻ ജംഗമാജംഗമ അന്തർഗതൻ, സർവ ജംഗമാജംഗങ്ങളിലെല്ലാം അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ, സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ, തൻ മഹാമായ സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നവനാണ്. തൻ മഹാമായ, ഭഗവാന്റെ മായ സർവ്വലോകങ്ങളും എന്തുവരും നിർമ്മിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഇങ്ങനെ അവർ ചെന്നത് കേട്ടളവ് ഇംഗിതജ്ഞൻ മന്ദഹാസ പുരസ്കൃതം. മാനസഖേദം ഉണ്ടാകരുത് ആർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ, നിങ്ങൾക്കാർക്കും വിഷമിക്കണ്ട. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നു, ഭഗവാന്റെ മായ കൊണ്ട് സർവ്വലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്ന ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ് ഈ ഭൂതലം രക്ഷിക്കണം എന്ന് ശ്രീരാമനെ കൊണ്ട് അപേക്ഷിച്ചപ്പോൾ ഇങ്ങനെ അവർ ചൊന്നതെല്ലാം ഭഗവാൻ കേട്ടപ്പോൾ ഇംഗിതജ്ഞൻ, എല്ലാവരുടെയും ഇഷ്ടം ചെയ്യുന്നവൻ. ഞാനത് ഇന്നലെ പറഞ്ഞേക്കാന്നല്ല, ഇന്നലെയാണോ എപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് പറയുന്നു ഞാനത് അനുസരിക്കുന്നു എന്ന് നോക്കൊരു കാര്യം. അതാണ്, നമുക്ക് ഒന്നും അറിഞ്ഞൂടെങ്കിലും ഒരു വാക്കെങ്കിലും ആവട്ടെ, അല്പമെങ്കിലും അല്ലെ എന്തെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറയാമല്ലോ. എന്തെന്ന് മക്കളെ, ഞാനൊന്നും ചിന്തിച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്, ഞാനത് കാരണം സത്യമായ കാര്യമാണ്. എന്ത് ചെയ്യണമെന്നും ഓർത്തോണ്ടൊന്നും അല്ല ചെയ്യുന്നത്, നിങ്ങൾ ഓരോന്ന് പറയുന്നു ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഭഗവാൻ എന്താ പറയുന്നു, ഇങ്ങനെ അങ്ങ് ചൊന്നത് കേട്ട് എല്ലാവരും പറഞ്ഞ കേട്ടപ്പോൾ ഭഗവാൻ ഒരാൾ പറഞ്ഞാൽ അത് അനുസരിക്കാൻ പറ്റത്തില്ല, ഭഗവാൻ അങ്ങനെയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇംഗിതജ്ഞൻ, നിങ്ങളെല്ലാം അഭിപ്രായങ്ങൾ കേട്ട് ഇഷ്ടം ചെയ്യുന്ന ഭഗവാൻ മന്ദഹാസ പുരസ്കൃതം, മാനസഖേദം ഉണ്ടാകരുത് ആർക്കും ഒരു ഖേദവും മനസ്സിന് വേണ്ട, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ, അത് പോരെ. ഭഗവാൻ വലിയ കാര്യം ചെയ്യുന്നു, ലോകത്ത് ഒക്കാത്ത കാര്യം ഭഗവാൻ ചെയ്യുന്നു. ഞാനൊരു കൊതുക് എങ്ങനെ ചെയ്യുന്നു, എങ്കിലും തുല്യമായോ? ഞാൻ ഗമ പറയുമല്ല, എനിക്കത് അത്രമാത്രം സന്തോഷം ഭഗവാനോട് ചെയ്യും. ഒരു കൊതുക് എവിടെ കിടക്കുന്നു, ആ കൊതുകിനെ കൊണ്ട് എന്താ പറ്റുന്നത്? ഒരാളെ കുത്തി നോവിച്ച് രക്തം കുടിക്കാനല്ലാതെ.
എന്നാലും അതിനെ കൊണ്ട് ഒക്കുന്നത് പറഞ്ഞ് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതിനതല്ലേ പ്രവൃത്തി. നമുക്ക് ഓരോ പ്രവൃത്തികളുണ്ട്. അത് കുഞ്ഞായിട്ട് ഒരു കുഞ്ഞ് കൊതുക് പറന്ന് അതിൻ്റെ ആഹാരം തേടി അതിനെ കൊണ്ട് ഒക്കുന്നത് ചെയ്യുന്നു. അതേ നടക്കും. നമ്മൾക്ക് എന്തൊക്കുന്നു അത് നമുക്കൊരു കൊതുകിനെ പോലെ നമുക്കും പറ്റും. അത് നമ്മൾ ചെയ്യുന്നു. നമ്മളെ കൃത്യനിഷ്ഠ അത് നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുള്ളതല്ല, നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യണം. അത് നമുക്ക് വലുതാണ്. നമുക്ക് മറ്റുള്ളവർക്ക് തോന്നുന്നത് ചെറുതാണെന്ന്, പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ട് ഒക്കുന്ന അതാണ്, അത് നമുക്ക് വലുതാണ്. ഭഗവാൻ പരമാത്മാല ശ്രീരാമന് അത് ഭയങ്കരം വലുത്. അത് ഇവിടെ കിടക്കുന്ന ഇത് ഇവിടെ കിടക്കുന്ന രണ്ടും സത്യത്തിൽ മനസ്സ് തുല്യമാണ്. മറ്റൊരാൾക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്ന അമ്മ ഇനിയും എന്ന് പറയുമ്പോൾ നമുക്ക് അത് എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, എനിക്ക് ദേഹം നോക്കണം, അത് നോക്കണം പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യുക. നമ്മൾ ഒക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം. അതാണ് ധർമ്മം. അത് ഭഗവാൻ അതവിടെ ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ആനന്ദമാണ് ഇതൊക്കെ ഓർത്താൽ. നമ്മളെല്ലാ മക്കളും ഇങ്ങനെ വേണം അർത്ഥം മനസ്സിലാക്കാൻ. നമ്മളാൽ ഒക്കുന്നത് ഭഗവാൻ ചിന്തിക്കുന്നതാണ്, ഭഗവാനെ പോലെ നമ്മളും ആകണമെന്നാണ്. അപ്പോൾ ഭഗവാൻ ചിന്തിക്കാം, ഒരു കാക്ക വായിലും കരുവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കുന്ന അത്രയും നമ്മൾ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് മാനസിക ഖേദം ഉണ്ടാകരുത് ആർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിന് ഒരുക്കിടുകയെല്ലാം എന്ന് പങ്കജലോചനൻ അനുജ്ഞയ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്തന്മാരെ വരുത്തിനാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ പങ്കജലോചനൻ്റെ ആജ്ഞ കേട്ടപ്പോൾ സംഭ്രമാൽ എന്തു വന്നു? അശ്രു പൂർണാക്ഷനായി, കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്നു. സമ്മതമായല്ലോ, ഇഷ്ടപ്പെട്ടു, ശത്രുഘ്നൻ്റെ ഇഷ്ടം സാധിക്കുന്നുണ്ടല്ലോ. അല്ല, ശത്രുഘ്നും തഥാ ഈ ശ്മശ്രു നികൃന്തന്മാരെന്ന് വെച്ചാൽ ഈ മുടിവെട്ടുകാർ, ഇവർക്കൊക്കെ സന്യാസി വേഷമായിരുന്നല്ലോ. താടിയും മുടിയും ഒക്കെ എല്ലാവർക്കും അവിടെ ഇതുമെല്ലാം ഉണ്ടോ. യുദ്ധം നടക്കുമ്പോൾ ആർക്കും എല്ലാം താടിയും മുടിയൊക്കെ കിടക്കുക. ഇതെല്ലാവരുടെയും പോക്കണം. എന്താ പറയുക, ശൂരകന്മാർ, ശ്മശ്രു നികൃന്തന്മാർ, അവരെ പറയുന്ന ശൂരകന്മാർ. നമ്മൾ എന്താ പറയുക, എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ അശ്രു പൂർണാക്ഷനായി ശത്രുഘ്നും തഥാ ശ്മശ്രു നികൃന്തന്മാരെ വരുത്തിനാൻ. ഇവരുടെ മുടിയൊക്കെ താടിയും മുടിയൊക്കെ എടുത്ത് കളയാൻ. സംഭാരവും അഭിഷേകാർത്ഥം ഏവരും സംഭരിച്ചിടനാരാനന്ദ ചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോഭരനും ദിവാകരപുത്രനും മുമ്പേ ജഡഭാര ശോധനയും ചെയ്തു. അവരും നേരത്തെ ഇതൊക്കെ ചെയ്തു. അവർക്കും എല്ലാവർക്കും ഉണ്ട്. ഇവർ നല്ല ഇനിയിപ്പോൾ രാജകുടുംബത്തിൻ്റെ കണക്കാകുമ്പോൾ താടിയും മുടിയൊന്നും പാടില്ല, സന്യാസി വേഷമല്ല വേണ്ടേ. ശ്രീരാമൻ വന്നതോടുകൂടി ശ്രീരാമനെ രാജ്യഭാരം ഏൽപ്പിക്കുമ്പോൾ രാജകുമാരൻ രാജാവാണ്. അപ്പോൾ പിന്നെ ഭരതനും ഇതുവരെ ഉള്ള താടി എടുത്ത് കളയണ്ടേ. ശ്രീരാമൻ കളഞ്ഞില്ലെങ്കിലല്ലേ ഭരതനും കളയാതിരിക്കേണ്ടതായിട്ടുള്ളു. ഇപ്പം ഈ ശ്രീരാമൻ ഇത് കളഞ്ഞിട്ടാണ് ഇവിടെ രാജാവാവുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ലക്ഷ്മണനും ഭരതനും രക്ഷോവരനും ദിവാകരപുത്രൻ സുഗ്രീവനും, രക്ഷോവരനാരാണ് വിഭീഷണൻ, അവർക്കൊക്കെ മുടിയും താടിയൊക്കെ വളർന്നെടുക്കുകയാണ്. അവർ കുറേ ദിവസം കൊണ്ട് ഭയങ്കര യുദ്ധമായിരുന്നു. അവർക്ക് ഇത് എന്തോ ഷേവ് ചെയ്യാനൊന്നും അവർക്ക് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവരെല്ലാവരും നേരത്തെ ചെയ്തു. മുമ്പേ ജഡഭാര ശോധനയും ചെയ്ത് സമ്പൂർണ്ണ മോദം കുളിച്ച് ദിവ്യാംബരം പൂണ്ട് മാല്യ അനുലേപാദ്യ അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ടാൻ അനാരതം. അവരെല്ലാവരും നന്നായിട്ട് കുളിച്ച് ഈ മുടിയൊക്കെ വെട്ടി കുളിച്ച്, എന്നാൽ ജഡാഭാരം, മുടിക്ക് ഭാരമുണ്ട്. ഈ ഭാരം ശോധന ചെയ്താൽ മുടി കളഞ്ഞു. സമ്പൂർണ്ണ മോദം കുളിച്ചു, ദിവ്യാംബരം പൂണ്ട് മാല്യാനു ലേപാദ്യ അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ടാൻ അനാരതം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദ അലങ്കരിച്ചിടിനാൻ. എല്ലാവരും സന്തോഷമായിട്ട് അലങ്കരിച്ച് വൃത്തിയാവണം സുന്ദരകുട്ടപ്പന്മാരായി ശ്രീരാമദേവനും ലക്ഷ്മണനും എല്ലാവരും. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി. ഈ കുണ്ഡലമൊക്കെ കൊടുക്കണം, രാജാവിന് ഇടണമല്ലോ കാതിൽ കുണ്ഡലം. ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ച് അലങ്കരിപ്പിച്ചാരതിമുത. ജാനകി ദേവിയും റാണിയല്ലേ, അവർക്കും വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ. അവർക്ക് ഭഗവാന്റെ അടുക്ക ഇരിക്കാനുള്ളവരല്ലേ. അതുകൊണ്ട് ജാനകി ദേവിയെ രാജനാരീജനം, അവിടുത്തെ രാജാക്കന്മാരുടെ ഭാര്യമാർ നാരികൾ മാനിച്ച് അലങ്കരിപ്പിച്ച അതിമുത. വാനര നാരിജനത്തിനും, അതായത് സുഗ്രീവന്റെ ഭാര്യ രുമയും താരയും ഉണ്ട്. താരയ്ക്ക് ഭർത്താവിലും താരയും എന്തുവാ ഈ വാനര നാരികൾ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്, ഈ കുരങ്ങന്മാരുടെ ഭാര്യമാർ. അവർക്ക് കൗസല്യ
കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകി. അവർക്കും വേണ്ടുന്ന അലങ്കാരങ്ങളെല്ലാം കൗസല്യാദേവി കൊടുത്തു. അവർക്കും ഒരുക്കങ്ങളൊക്കെ വേണ്ടി. അന്നേരം അത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ച് യോജിപ്പിച്ച് നിർത്തിനാൻ. സുമന്ത്രര് അത് മന്ത്രി, രഥം നയിക്കുന്ന ആള്, ദശരഥ മഹാരാജ ഉള്ളപ്പോഴുള്ളതാണല്ലോ. അവരൊക്കെ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നിർത്തി, മഹാരഥമൊക്കെ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹൽ സ്യന്തനം ഏറിനാൻ. മഹൽ സ്യന്തനത്തിലേക്ക് കയറി. അതാ ശ്രീരാമൻ, വലിയ തേരിലേക്ക് ശ്രീരാമൻ കയറി. സൂര്യതനയനും അങ്കദവീരനും, അങ്കദവീരനാരാണ്? ബാലയുടെ മകൻ അങ്കദൻ, താരേയൻ എന്നും പറയും. സൂര്യതനനാരാണ്? സുഗ്രീവൻ. സൂര്യതനയനും അങ്കദവീരനും മാരുതിദാനും അത് ഹനുമാനും വിഭീഷണനും അതായത് രക്ഷോവരൻ രാക്ഷസ കുടുംബത്തിലെ, മറ്റതൊക്കെ വാനരന്മാരാണ്. ഈ വിഭീഷണനാണ് കംസൻ, അതിൻ്റെ പേരെന്തോ, രാവണൻ്റെ അനുജൻ. അതിന് രക്ഷോവരൻ എന്ന് പറയുന്നത് രാക്ഷസൻ അവിടെ നിന്ന് വന്നില്ലയോ വിഭീഷണൻ തഥാ ദിവ്യാംബര ആഭരണാദി അലങ്കാരേണ ദിവ്യ ഗജ അശ്വരഥങ്ങളിലെ അമാറ് നാഥൻ അകമ്പടിയായി നടന്നിടുന്ന. നാഥനാരാണ്? ഭഗവാൻ ശ്രീരാമൻ. ഇവരെല്ലാം ദിവ്യ ഗജ അശ്വരഥങ്ങളിലേറി ഭഗവാന്റെ അകമ്പടിയോടെ അവർ ചുറ്റും അവരും പോയി. ഭഗവാൻ ശ്രീരാമൻ വലിയ തേരിൽ, ഇവരെല്ലാം അകമ്പടിയായിട്ട് അവരും പുറകെ. സീതയും സുഗ്രീവ പത്നികൾ ആദിയാം വാനര നാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവൃതമാരായ അനാരതം പിമ്പേ നടന്നതു ശംഖനാദത്തോടും ഗംഭീര വാദ്യഘോഷങ്ങളോടും തഥാ. അങ്ങനെ വാനര നാരിമാരും സീതയും സുഗ്രീവന്റെ പത്നികളല്ല, പത്നിമാർ വെച്ചാൽ രണ്ടുപേരുണ്ടല്ലോ, താരയുണ്ട് രൂപയുണ്ട്, സീതയുണ്ട്. ഇവരെല്ലാവരും പിമ്പേ നടന്നത് ശംഖനാദത്തോടും വലിയ ആഘോഷമാണ്. അങ്ങനെ ഗംഭീര വാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും. ശ്രീരാമൻ്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ആരാ? ഭരതൻ, രഥം തേര് നടത്തുന്നത്. സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരു വെഞ്ചാമരം നക്തൻ ചരേന്ദ്രനും. നക്തൻ ചരേന്ദ്രൻ ആരാണ്? ഈ വിഭീഷണന്റെ പേരാണ്. പേരെങ്ങനെയാ? രാക്ഷസ കുലത്തിൽ നിന്ന് വന്നിട്ട് ആ പേര് വന്നത്. അല്ലെങ്കിൽ നമുക്ക് വാനരൻ എന്ന് പറയണം. അവിടുന്ന് വാനരന്മാരും ഒറ്റ ഒരാൾ ഈ വിഭീഷണനേ ഉള്ളു ഈ രാവണന്റെ കൂട്ടത്തിൽ നിന്ന് വന്നത്. അപ്പോൾ ചാരു വെഞ്ചാമരം നക്തൻ ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 അത് മനുഷ്യരൂപം. വാനരന്മാരെല്ലാം വേഷം മാറി സാധാരണ മനുഷ്യരെ പോലെ അങ്ങനെ ചമഞ്ഞ് വാനരേന്ദ്രന്മാർ 10,000. വാരണേന്ദ്രന്മാരാണെങ്കിലോ, വാരണം ആരാണ്? ആന. മറ്റത് വാനരേന്ദ്രന്മാരാണ്, കുരങ്ങന്മാര്. ഇവിടെ വാരണം എന്ന് പറയുന്നത് ആന. അപ്പോൾ വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിട്ടുണ്ട്. അപ്പം ഈ ആനയുടെ പുറത്ത് ആനയുടെ കഴുത്തിലേറി വാരജനങ്ങൾ, അത് അവിടെയുള്ള ആളുകളെല്ലാം നടന്നിരുന്നാർ ജനങ്ങളുമായി. രാമൻ ഈ വണ്ണം എഴുന്നള്ളുന്ന നേരത്ത് രാമമാരും സുന്ദരിമാരും രാമമാരും ചെന്ന് ഹർമ്മ്യങ്ങൾ എറിഞ്ഞ. നമുക്ക് ഒരു ഉത്സവപ്പറമ്പിൽ എഴുന്നള്ളത്ത് വരുമ്പോൾ നമ്മൾ ഈ ഹർമ്മ്യങ്ങൾ ഓരോ റോഡരിനൊക്കെയുള്ള വീടിൻ്റെ മുകളിലും ഓരോ സ്ഥലത്ത് നമ്മൾ മുകളിൽ കയറുന്ന കാണുമല്ലോ, ഘോഷം കാണാൻ, എഴുന്നള്ളത്ത് കാണാൻ. പണ്ടൊക്കെ നമ്മളങ്ങനെ അല്ലായിരുന്നോ? നമ്മൾ ഇപ്പം ഞാനെങ്ങും പോവാറില്ല. ഒരു പ്രായത്തിൽ 10-40 വയസ്സൊക്കെ 50 വയസ്സൊക്കെ ഉള്ളപ്പം. അപ്പോൾ അതുപോലെ ചെന്ന് ഇവർ എന്ത് ചെയ്ത്, സുന്ദരിമാരായ രാമമാർ ചെന്ന് ഹർമ്മ്യങ്ങൾ ഏറിനാൻ, ഇത് കാണാൻ വേണ്ടി, ഈ എഴുന്നള്ളത്ത് കാണാൻ വേണ്ടി. കണ്ണിന് ആനന്ദപൂർണ്ണം പുരുഷം പരം പുണ്യപുരുഷ ആലോക്യ നാരിജനം. എന്താ കണ്ണിന് അത്ര ആനന്ദമാണ്, ആനന്ദപൂർണ്ണമാണ് പുരുഷം പരം പുണ്യപുരുഷ ആലോക്യ നാരീജനം. അപ്പോൾ ഈ സൈന്യങ്ങളുടെ അകമ്പടിയോടെ പോകുന്നതെല്ലാം കാണാനും ഒക്കെ സുന്ദരികൾ സ്ത്രീകളിങ്ങനെ ഹർമ്മ്യങ്ങളിലൊക്കെ ഏറി നിന്ന് കാണുക. എത്രമാത്രം കണ്ണിന് ആനന്ദമാണ്. പുണ്യപുരുഷ ആലോക്യ നാരീജനം എന്ത് ചെയ്തു? ഹേമധർമ്മങ്ങളൊക്കെ മറന്ന് അവരുടെ വീട്ടിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടതെല്ലാം മറന്നു ഈ ഘോഷം കണ്ടപ്പോൾ. ഗേഹം വീട്ടിലെ ധർമ്മങ്ങൾ എന്താ അവർ ചെയ്തുകൊണ്ട് എന്തിരുന്നോ, എന്തൊക്കെ നമ്മൾ ഭാഗവത്തിൽ വായിച്ചിട്ടില്ലേ, എല്ലാം മതിമറന്ന് ഓടുന്നെന്ന്. പാലടുപ്പത്ത് കളഞ്ഞ്, കുഞ്ഞുങ്ങളെ കാര്യം നോക്കി അത് കളഞ്ഞ്, ഭർത്താവിന് ചോറ് കൊടുക്കാമെങ്കിൽ അത് കളഞ്ഞ്, എല്ലാം മതിമറന്ന് ഓടുന്നത് പോലെ ഇവർ വീട്ടിലുള്ളതെല്ലാം മതിമറന്ന് എല്ലാം മറന്നുപോയി. അവർ കിട്ടിയ വാക്കനുസരിച്ച് എവിടേക്കോ കയറി വീടിൻ്റെ പുറത്തോ എവിടേക്കോ പോയിന്ന് കാണുവാണ്. എന്നും കാണുന്നതാണോ ഈ ഘോഷം? മോഹപരവശമാരായി മരുവിനാർ.
അത്ര അവർ എന്താ പറയുക, ഈ സ്ത്രീകൾ ഇത് കണ്ടപ്പോൾ മോഹപരവശം. കാരണം ഇത്ര ഒരു രംഗം അതിന് മുമ്പോ പിമ്പോ കാണുന്നുണ്ടോ? ഒരു രാജ്യാഭിഷേകം അല്ലേ, അത്ര ആനന്ദം. അതും ശ്രീരാമനെ ആരാ കാണാത്തത്? ഭഗവാന്റെ തേജസ്സും. അപ്പോൾ അവരെല്ലാവരും ഗേഹധർമ്മങ്ങളൊക്കെ മറന്നിട്ട് എന്ത് വന്ന് മോഹപരവശരായ മരുവിനാർ, അവരെല്ലാം മറന്നുപോയി ഇത് കണ്ടപ്പോൾ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു. താതൻ്റെ ആലയം, താതൻ ഇവിടെ കിടന്നിരുന്ന ആ ആലയത്തിലേക്ക് ചെന്നു. മന്ദമന്ദം ചെന്ന് രാഘവൻ അവിടേക്ക് ചെന്നിട്ട് മന്ദിര തുല്യമാം വാസവ മന്ദിരം, എന്താ ദേവലോകം, ദേവന്മാരുടെ ആലയം, അങ്ങനെ ഗൃഹം, അതുപോലെ ആണ് താതൻ്റെ ആലയം, ദശരഥ മഹാരാജാവിൻ്റെ ആലയം. അത് കണ്ട് വന്ദിച്ച് അകമ്പൊക്ക് മാതാവ് തൻ പദം വന്ദിച്ചത് അന്യ പിതൃപ്രിയമാരെയും. അവിടെ അകത്തേറി മാതാവിനെ പദം വന്ദിച്ചു. അവിടെ എനിക്ക് തോന്നുന്നു ആലയം ഈ കൈകേയിയുടെയാ. അവിടുന്ന് വയ്യാതെ വന്നപ്പോഴല്ലേ കൗസല്യയുടെ വീട്ടിൽ ശ്രീരാമ ഭഗവാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഭരതൻ്റെ വീട്ടിൽ കൈകേയിയുടെ വീട്ടിലായിരുന്നില്ല, അവിടെ ആയിരുന്നു രാജാവ്. അതുകൊണ്ട് അവിടെയാണ് ചെന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഭരതൻ്റെ ആശ്രമത്തിലേക്കാണല്ലോ പോയേക്കുന്നത്. അതുകൊണ്ട് മന്ദിര തുല്യമാൻ താതാലയം കണ്ട് വന്ദിച്ച് അകമ്പൊക്കെ മാതാവ് തൻ പദം വന്ദിച്ചത് അന്യ പ്രിയമാര്, അന്യ പിതൃപ്രിയമാര്, പിതാവിൻ്റെ പ്രിയമാര് വേറെയുണ്ട് അവിടെ. അവരുടെ ബന്ധപ്പെട്ടവരോ അവിടെ ഉള്ളവരെല്ലാവരും ഭഗവാൻ വന്ദിച്ചു. പ്രീത്യാ ഭരതകുമാരനോട് അന്നേരം ആസ്തയാ ചൊന്നാൻ അവളംബിതം ഭവാൻ. എന്താ പറഞ്ഞത് ഭരതനോട്? ഭരതൻ്റെ വീടാണ്, കൗസല്യയുടെ അല്ല. കൗസല്യ ശ്രീരാമനും കൗസല്യം വേറൊരു വീട്ടിലാണ്, വേറൊരു മന്ദിരത്തിലാണ്. ഇവിടെ ദശരഥ മഹാരാജാവ് താമസിച്ചിരുന്നത് കൈകേയുടെ കൂടെയായിരുന്നു. അവിടെയാണ് ഭരതൻ അപ്പോഴവിടെ ഇല്ലായിരുന്നു. മരണസമയത്ത് അമ്മാവൻ്റെ അടുക്ക പോയേക്കുമായിരുന്നു, കേകയ രാജാവിൻ്റെ അടുക്കെ. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീരാമൻ ഭരതനോട് പറഞ്ഞു, പ്രീത്യാ സന്തോഷത്തോട് പറഞ്ഞു, ആസ്തയാച്ചൊന്നാൻ അവിളംബിതം ഭവാൻ ഭാനുതനയനും, അതായത് സൂര്യപുത്രനായിരിക്കുന്ന സുഗ്രീവനും, നക്തഞ്ചരേന്ദ്രനും, അത് വിഭീഷണനും, വാനര നായകന്മാർക്കും, അത് സുഗ്രീവനും ഹനുമാനും, യഥോചിതം സൗഖ്യേന വാഴ്വതിന് ഓരോ ഗൃഹങ്ങൾ ആക്കുക വേണം. അവരെ വീരയെ നീ, അവരെ എത്രയും പെട്ടെന്ന് അവർ ക്ഷീണിക്കത്തില്ലയോ, അതുകൊണ്ട് അവർക്ക് ഇത്രയും പേർക്ക് ഓരോരോ ഗൃഹങ്ങൾ കൊടുക്കണം, സൗഖ്യേന അവർക്ക് കഴിയാൻ എന്ന് പറഞ്ഞു. എന്നത് കേട്ടത് ചെയ്താൻ ഭരതനും ചെന്നവർ ഓരോ ഗൃഹങ്ങളിൽ മേവിനാർ. ഭരതൻ അപ്പോൾ തന്നെ ഇവർക്ക് ഗൃഹങ്ങൾ കൊടുത്തു. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും, അഗ്രതൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാമാർ നീ കഴിച്ചിടണം, അംഗദനാദികളോടും യഥാവിധി. അപ്പോൾ ഭരതനോട് സുഗ്രീവൻ ഉടനെ പറഞ്ഞു, അവർ ഓരോ വീടുകളിലായപ്പോൾ ഭരതനോട് സുഗ്രീവൻ പറഞ്ഞു, അഗ്രജൻ ഇപ്പോൾ, അഗ്രജൻ ആരാണ്? ശ്രീരാമൻ, ഭരതൻ്റെ ജ്യേഷ്ഠനെയാണ് അഗ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മം ചെയ്യണം. സുഗ്രീവൻ പറഞ്ഞു ഭരതനോട്, അല്ല സുഗ്രീവനോട് പറഞ്ഞു, ഭരതനാ പറഞ്ഞത്. ഭരതനാണല്ലോ അത്രയ്ക്കും താല്പര്യമായിട്ട് ജ്യേഷ്ഠനെ പെട്ടെന്ന് വാഴിക്കണം എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് സുഗ്രീവനോട് പറഞ്ഞു, അവരൊക്കെ പോകുന്നതിന് മുമ്പേ ഇതൊക്കെ ചെയ്യണം, അഭിഷേകം ജ്യേഷ്ഠന് ചെയ്യണം. മംഗലമാമാർ നീ കഴിച്ചാൽ സന്തോഷത്തോടുകൂടി തന്നെ സുഗ്രീവൻ അത് ചെയ്തു കൊടുക്കണം. അംഗദനാദികളോടും യഥാവിധി, ഇവിടെയുള്ള മറ്റുള്ളവരോട് ചേർന്ന് ചെയ്യണം. 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണം. മുമ്പേ എന്താ വേണ്ടേ? 4 സമുദ്രം, ഓരോരോ സമുദ്രത്തിന് ഓരോ പേരുണ്ട്. ആ സമുദ്രത്തിൽ നിന്ന് തീർത്ഥം, വെള്ളം കൊണ്ടുവരണം, ജലം, കാലേ പെട്ടെന്ന് അത് വരുത്തണം, മുമ്പേ അതാണ് ചെയ്യേണ്ടത്. കാരണം ദൂരെ കിടക്കുന്ന വെള്ളം കൊണ്ടുവന്നിട്ട് പാടല്ലേ, അതുകൊണ്ട് അത് മുമ്പേ ചെയ്തിട്ട്. എങ്കിലോ ജാമ്പവാനും അരുൾപുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണ്ണ കലശങ്ങൾ തന്നിൽ മലയജ പർണേനെ വായി കെട്ടി വാരിയും പൂരിച്ച് കൊണ്ടുവരികയെന്ന് അയച്ചൊരളവ്. അപ്പോൾ എങ്ങനെ കൊണ്ടുവരണം വെള്ളം? സ്വർണ്ണ കലശങ്ങൾ എന്ത് വേണം? മലയജ പർണേന, ചന്ദന മരത്തിൻ്റെ ഇല കൊണ്ട് വായി കെട്ടി മൂടി ആണ്, വെള്ളം തെറിച്ച് പോകാതിരിക്കാൻ. അവർ പറന്നൊക്കെ അല്ലേ വരുന്നത്, ജാമ്പവാനൊക്കെ. എങ്ങനെയായാലും അവർ ദൂരെ അവരെ കൊണ്ടേ പറ്റൂ, ഹനുമാനും ഇങ്ങനെയുള്ളവർക്കൊക്കെ. അവർ വെള്ളം കൊണ്ടുവരിക എങ്ങും കളഞ്ഞു പോകാതിരിക്കാൻ ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായ്മൂടി കെട്ടണം. നമ്മൾ ഈ സദ്യക്കൊക്കെ സാമ്പാറൊക്കെ വെച്ചിട്ട് കലത്തിൻ്റെ മുകളിൽ ഒരു ഇല വാട്ടിയിട്ട്, വാഴയില വാട്ടിയിട്ട് കെട്ടുന്നറിയാമോ? അതുപോലെ ചന്ദന മരത്തിൻ്റെ ഇല കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ എന്തോ കെട്ടണം, വെള്ളം തെറിച്ച് പോകാതെ.
അങ്ങനെ കൊണ്ടുവരികെന്ന് അയച്ചോരളവ് അവർ കൊണ്ടുവന്നിടിനാർ. അങ്ങനെ സത്യം അങ്ങനെ തന്നെ അവർ കൊണ്ടുവന്നു. ആ പറഞ്ഞതുപോലെ തന്നെ അവർ പോയി കൊണ്ടുവന്നു. പുണ്യ നദീജലം പുഷ്കരം ആദിയ അന്യ തീർത്ഥങ്ങളിലുള്ള സലിലവും ഒക്കെ വരുത്തി. പുണ്യ നദികളിലിരിക്കുന്ന പുഷ്കരമാദിയ അന്യതീർത്ഥങ്ങൾ, ഓരോ അന്യതീർത്ഥ പല പല നദികളിലെ വെള്ളം, സലിലം വെള്ളം അതും ഒക്കെ വരുത്തി. മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തൽക്ഷണി. പെട്ടെന്ന് തന്നെ അവരിതെല്ലാം കൊണ്ടുവന്നു. മറ്റുള്ള പദാർത്ഥങ്ങളൊക്കെ വരുത്തി. എന്തൊക്കെയാ വേണ്ടേ അതെല്ലാം അവർ ഉണ്ടാക്കി. ശത്രുഘ്നും അമാത്യൗഹമായി മറ്റ് ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. വേറെയും പല പല പദാർത്ഥങ്ങളൊക്കെ ഈ ഒരു രാജ്യ അഭിഷേകത്തിന് പൂജ കാര്യകർമ്മങ്ങൾ കാണുമല്ലോ. അതുകൊണ്ട് ഇതെല്ലാം സംഭരിച്ചു. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗെ വിനിഷിപ്പിയ. രത്നസിംഹാസനത്തിൽ ഭഗവാൻ ശ്രീരാമനെയും ചേർത്ത് പത്നിയെ, അത് സീതയെ, വാമഭാഗം ഇടത്ത ഭാഗത്തും വിനിഷിപ്പിയ ഇരുത്തി. വാമദേവൻ മുനി, ജാബാലി, ഗൗതമൻ, വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠനും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തു. ശ്രീരാമന് ഇവരെല്ലാവരും ഇങ്ങനെ വാൽമീകി എല്ലാവരും ഇരുത്തിക്കൊണ്ട് ഈ ശ്രീരാമന് ദാശരഥി ശ്രീരാമന് അഭിഷേകം ചെയ്തതു. പൊന്നിൻ കലശങ്ങൾ 1008 ഇങ്ങ് അന്യൂന ശോഭം ജപിച്ചാർ മറകളും. അതായത് വേദമന്ത്രങ്ങൾ ജപിച്ചു. പൊന്നിൻ കലശങ്ങൾ 1008 അങ്ങ് അന്യൂന ശോഭം ജപിച്ചാർ മറകളും. നക്തഞ്ചരേന്ദ്രനും വാനര വീരനും രത്നദണ്ഡം പൂണ്ട ശാമരം വീശിനാർ. ശത്രുഘ്ന വീരൻ കുട പിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരൻ ഉപചരിച്ചിടിനാർ. ലോകപാലന്മാർ ഉപദേവതമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാർ. ലോകപാലന്മാരും ഉപദേവന്മാരെല്ലാം ആകാശമാർഗത്തു നിന്ന് ഇതൊക്കെ കണ്ടു പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന്. അതായത് ഹനുമാൻ വന്ന വഴി, ആകാശത്തൂടെ വന്ന വഴിക്കോ എങ്ങാണ്ട് ആര് കൊടുത്തയച്ചു? ആകാശമാർഗേ ദിവ്യഹാരം മഹേന്ദ്രൻ പരമശിവൻ ഹനുമാന്റെ കയ്യിൽ ദിവ്യമാകുന്നൊരു ഹാരം, ഒരു മാല, ദിവ്യമാകുന്നൊരു മാല പരമശിവൻ ഹനുമാന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. മനുകുലനാഥന് സർവരത്നോജ്വലമായ ഹാരം ഒരു ഉർവീശ്വരന് അലങ്കരിച്ചിടിനാൻ. അങ്ങനെ ആ രത്നോജ്വലമായ ആ മാല ഭഗവാന് അലങ്കരിച്ചു, ഹനുമാൻ്റെ കൊടുത്തുവിട്ടു. ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. എല്ലാവരും ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും അപ്സരസ്ത്രീകളും വൃന്ദവും എല്ലാം ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയ പുഷ്പവൃഷ്ടിയും ചെയ്തു. ഞാൻ 6 പേപ്പറുണ്ട്. പൂർണ്ണഭക്തിയ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചതെല്ലാവരും. ഭഗവാനെ ശ്രീരാമൻ എല്ലാവരും ഭജിച്ചു. സിഗ്ധ ദൂർവാദള ശ്യാമളം കോമളം പത്മപത്ര, ഇങ്ങനെ സ്തുതിക്കുന്ന ഇതാണ്. സിഗ്ധ ദൂർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം. മാരന് തുല്യമായ ലാവണ്യമാണ് ഭഗവാന്റെ മുഖം, മനോഹരമാണ്. പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമ അംഗ സംസ്ഥയാ രാജിതം. രാജരാജേന്ദ്ര രഘുകുല നായകം രാജീവ ബാന്ധവ വംശ സമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവക അഭീഷ്ടതം സേവ അനാമയം. ഭക്തി കൈക്കൊണ്ട് ഉമാദേവിയോടും വന്ന് ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. പാർവതി ദേവിയോട് തന്നെ ഭഗവാനും വന്നു, ഭർഗനും പരമേശ്വരനും വന്ന് സ്തുതിക്കുന്നു. എന്താ ഭഗവാൻ സ്തുതിക്കുക, പരമേശ്വരൻ ശ്രീരാമനെ സ്തുതിക്കുകയാണ്. ദേവിയായിട്ടാണ്, ഉമാദേവിയും കൂടെ വന്നു. ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമള രൂപായ ദേ നമ കുണ്ഡലീനാഥ തൽപ്പായ നമോ നമ. കുണ്ഡലീനാഥ, അത് പരാശക്തിയായിരുന്ന കുണ്ഡലി. പരാശക്തി എന്താ? ദേവി മഹേശ്വരി. ആ കുണ്ഡലീനാഥനാണ് ശ്രീരാമൻ. അപ്പം ശ്രീരാമൻ പരമാത്മായ നാരായണനല്ലേ, കുണ്ഡലിനിയുടെ നാഥയാണ്. അതാണ് നമ്മളിലെല്ലാം ഉണ്ട്, നമ്മളിലെല്ലാം ഈ കുണ്ഡലിനി ഉണ്ട്. നമുക്കെല്ലാം പരമാത്മാ നാഥൻ തന്നെയാണ് ശ്രീരാമൻ. നമുക്കെല്ലാം അങ്ങനെയാണ്. ഭഗവാന്റെ ഭാര്യ കുണ്ഡലിനി ശക്തി നമ്മളിലെല്ലാം ജീവൻ ശക്തിയായിട്ട് നിൽക്കുന്ന അംശമേ ഉള്ളൂ. കുണ്ഡലീനാഥ തൽപ്പായ നമോ നമ കുണ്ഡല മണ്ഡിത ഗണ്ഡായതേ നമ ശ്രീരാമദേവായ
സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമ. ആദിമധ്യാന്തഹീനായ നമോ നമ. വേദസ്വരൂപായ രാമായതേ നമ. വേദാന്തവേദ്യായ വിഷ്ണവേദേ നമോ. വേദജ്ഞവന്ധ്യായ നിത്യായതേ നമ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം, ചന്ദ്രചൂടൻ അത് ശ്രീ പരമശിവൻ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രൻ ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ. ഇത് ഭഗവാൻ പരമശൻ ഇങ്ങനെ പുകഴ്ത്തി ഭഗവാനെ പ്രാർത്ഥിച്ചപ്പം ഇന്ദ്രനും ഭക്തിയാ പുകഴ്ത്തി തുടങ്ങിനാൻ. എന്താ പറയാ, ഇനിയിപ്പോൾ ആരാ പ്രാർത്ഥിക്കുന്നത്? ഇയാള് ദേവേന്ദ്രൻ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു, അതായത് ഇന്ദ്രൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നേ? ബ്രഹ്മദേവന്റെ വരമാണ് രാവണന് അഹങ്കാരം വന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വരം മേടിച്ചു വെച്ച് രാവണൻ. അതുകൊണ്ട് അവൻ അഹങ്കരിച്ചു. അപ്പം ഇന്ദ്രനെ ജയിച്ചു, ഇന്ദ്രനെ തോൽപ്പിച്ചു. അതുതൊട്ട് ഇന്ദ്രന് ഭയമാ. അതുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചത് ഭഗവാൻ അവതരിക്കണം അവതരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ ഇന്ദ്രൻ പ്രാർത്ഥിക്കുന്നേ? ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ, ദുർമതം ഏറിയ രാവണ രാക്ഷസൻ മൽപദം എല്ലാം അടക്കിനാൻ കശ്മലൻ, എൻ്റെ പദം. അത് ഇന്ദ്രപദം ആരടക്കി? ഇന്ദ്രനെ തോൽപ്പിച്ചിട്ട് ഈ രാവണൻ അടക്കിയെടുത്തു. അതുകൊണ്ട് മൽപദം, എൻ്റെ പദം, ഇന്ദ്രപദം ഇന്ദ്രൻ്റെ ആയിരുന്നു. അത് ഇന്ദ്രനെ തോൽപ്പിച്ച് ഇവരെടുത്തു. മൽപദമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണി. അയാളുടെ പുത്രൻ ഇന്ദ്രജിത്ത് എന്നെ ബന്ധിച്ചു ഈ മഹാരണം വലിയ യുദ്ധത്തിൽ. പ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ചതു സൗഖ്യം. ഇപ്പോൾ ഭഗവാന്റെ പ്രസാദത്താൽ, ശ്രീരാമന്റെ പ്രസാദത്താൽ ഇപ്പോൾ ഇന്ദ്രജിത്ത് മൃതനായി. അപ്പം മൃതനാകയാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ച സൗഖ്യം. ഇന്ദ്രൻ പറയുന്നു, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ അവതരിക്കണം, എല്ലാവർക്കും വിഷമമാണ്. അങ്ങനെ ഭഗവാൻ നാരായണൻ പറഞ്ഞു, ഞാൻ അവതരിക്കാം. ദശരഥ മഹാരാജൻ അവിടെ ശ്രീരാമനെ അവതരിക്കും. ഇപ്പോൾ ആ ദുഃഖം മാറി. ആർക്കാ? ദേവേന്ദ്രന്. കാരണം തൽപുത്രൻ എന്നെ ബന്ധിച്ച് മഹാരണേ. ആരാ? ഈ ഇന്ദ്രജിത്ത്. അതാണ് ഇന്ദ്രജിത്ത് എന്ന് പേരാവാൻ. ഇന്ദ്രനെ ജയിച്ചതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന് അവന് പേരായത്, രാവണൻ്റെ മകന്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രസാദത്താൽ, ഭഗവാന്റെ പ്രസാദം കൊണ്ട് അവനെ കൊന്നില്ലയോ ഇന്ദ്രജിത്തിനെ. മൃതനാകയാൽ ഇപ്പോൾ എനിക്ക്, അത് ദേവേന്ദ്രന് ലഭിച്ചത് സൗഖ്യം. ഇപ്പം എനിക്ക് സുഖമായി. അന്നിവണ്ണ ഓരോ തരം ആപത്ത് വന്നാൽ അതും തീർത്ത് രക്ഷിച്ചു കൊള്ളുവാൻ. എന്നും ഇങ്ങനെ ഓരോ ആപത്തുകൾ വരുമ്പോഴെല്ലാം തീർക്കാൻ ആരാ ഭൂമിയിൽ അവതരിക്കുന്നേ? ഭഗവാൻ നാരായണൻ. പല പല വേഷത്തിലും പല പല നാമത്തിലും രൂപത്തിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് അന്നിവണ്ണ ഓരോ തരം ആപത്ത് വന്നാൽ അതും തീർത്ത് രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കും ഇല്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയണമോ? ഇന്ദ്രൻ പറയുന്നത്, ഞാനിത് പറയണമോ? ഉത്തമ പുരുഷ ശ്രീരാമ, അന്നന്ന് എന്തെല്ലാം ആപത്തുകൾ, അപ്പോഴെല്ലാം അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മറ്റാർക്കും ഇത്ര കാരുണ്യമില്ല അങ്ങേപ്പോലെ. എല്ലാം ഭവൽ കരുണാബലം എന്നീ മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. എല്ലാം ഭവൽ കരുണാലംബം, അങ്ങല്ലാതൊരാൽമം ഇനി മറ്റില്ല, വേറെ ആരുമില്ല. എന്നീ മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ഇതുപോലെ ആർക്കും പറ്റത്തില്ല ഇങ്ങനെ ഒരു രക്ഷ എല്ലാവരും കൊടുക്കാൻ അങ്ങേപോലെ. ആദിത്യ രുദ്ര വസു പ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ഓരോരുത്തരായി പ്രാർത്ഥിക്കുക. ആശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. ഓരോരുത്തരുടെ പങ്കാട്ട് എല്ലാവരും ഭഗവാനെ ശ്രീരാമനെ പ്രാർത്ഥിക്കുക. യജ്ഞഭാഗങ്ങളെല്ലാം കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ യജ്ഞഭാഗങ്ങൾ, മഹർഷിമാർ യജ്ഞം നടത്തുമ്പോൾ ഇവന് മുടക്കും. ഈ രാക്ഷസന്മാർ മുടക്കിയിട്ട് യജ്ഞഭാഗങ്ങളെല്ലാം അവർ കൈക്കലാക്കും. അതുകൊണ്ട് പറയുന്നു, മഹർഷിമാർ പറയുന്നു, യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചതു. ദുഃഖവും തീർന്നതു ഞങ്ങൾക്ക് ദൈവമേ. ഇപ്പോൾ രാവണനെ കൊന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ ദുഃഖം തീർന്നു. അവർക്ക് യജ്ഞങ്ങളൊന്നും നടത്താൻ സമ്മതിക്കുകയില്ല. മഹർഷിമാരെ കൊന്നതെന്ന് യജ്ഞങ്ങൾ മുടക്കി എല്ലാം അവരിൽ പിടിച്ചു പറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടനായിരുന്നു രാവണൻ. അതുകൊണ്ട് പറഞ്ഞു, യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ അറിവില്ലാത്ത ദുഷ്ടനായിരിക്കുന്ന ഈ അന്ധകാരനായ ഈ രാവണ രാക്ഷസൻ കടാക്ഷത്താൽ, ശ്രീരാമൻ്റെ ഭഗവാന്റെ കടാക്ഷത്താൽ ഒക്കെ ലഭിച്ചതെല്ലാം തിരികെ ലഭിച്ചു. ദുഃഖവും എല്ലാം തീർന്നിതു ഞങ്ങൾക്ക് ദൈവമേ ശ്രീരാമ, ഞങ്ങളുടെ ദുഃഖങ്ങളും തീർന്നു. മഹർഷിമാരും പറയുന്നു,
ത്വൽപാദപത്മം ഭജിപ്പതിന് എപ്പോഴും ചില പുരുഷപ്രഭോ നൽകിയുടെ അനുഗ്രഹം. നമ്മളും വെറുതെ ഇരിക്കരുത്, ചിന്തിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെയൊക്കെ കാര്യം കഴിഞ്ഞു. ഇപ്പം നമ്മളാണ് ഇവിടുത്തെ ഭൂമിയിലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ. നമുക്കും ഭഗവാനോട് പറയണം, അരൂപിയാണ് ഈശ്വരൻ. ഈ ശ്രീരാം ഭഗവാൻ അവതരിച്ചതുകൊണ്ട് അന്ന് ദേഹം ഉണ്ടായി. ആ പരമാത്മാവ് തന്നെ ഇപ്പോഴും അകവും പുറവും നമ്മുടെ ഉള്ളിലും പുറത്തുക നിറഞ്ഞിരിക്കുക. നമുക്കെപ്പോഴും വെറും പ്രാർത്ഥന മാത്രം മതി. ഒരു രൂപമൊന്നും നമുക്ക് ഉള്ളിൽ വേണ്ട, ഒരു രൂപം വേണമെന്നില്ല. ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളത്തോട്ട് നോക്കി തന്നെ ഭഗവാനെ അതുപോലെയാണ് ഞങ്ങൾക്കും അവിടെ അങ്ങല്ലാതെ ആശ്രയം മറ്റാരുമില്ല. എന്തെങ്കിലും നമുക്ക് വിഷമങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് പറയുക. ഇവരെല്ലാം നന്ദി അർപ്പിക്കുക. ഇപ്പം ഇത്രയും ഇവർക്കെല്ലാം ആനന്ദമാകുന്നു. എല്ലാവർക്കും വിഷമം, ഇവരെല്ലാം പ്രാർത്ഥിക്കുക. ഓരോ തട്ടുതട്ടായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ത്വൽപാദ പത്മം ഭജിപ്പതിന് എപ്പോഴും ചിൽപുരുഷ പ്രഭു നൽകിയുടെ അനുഗ്രഹം, എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ ഇരുന്ന് ഭജിക്കാനുള്ള അനുഗ്രഹം തരണമേ. രാമായ രാജീവ നേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ ദേ നമ. ഭക്തിയാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാൻ. പിതൃക്കളും തുടങ്ങി. ദുഷ്ടനാം രാവണൻ നഷ്ടനായാൻ ഇന്ന് തുഷ്ടനായി വന്നതോ ഞങ്ങളും ദൈവമേ. ഈ പിതൃക്കളും പറയുന്നു, ദുഷ്ടനായിരുന്ന രാവണൻ നഷ്ടനായി, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സന്തോഷമായി വന്നത് ഞങ്ങളും ദൈവമേ എന്ന് അവരും പറഞ്ഞു. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ ഇഷ്ടിയും ഉണ്ടായത് ഇഷ്ടലാഭത്തിനാൽ. അപ്പോൾ എന്തു പറയുന്നത്, പുഷ്ടി വാച്ച് നല്ലപോലെ സന്തോഷമായിട്ട് പുഷ്ടി വന്ന് എല്ലായിടവും ഈ ലോകത്രയം മൊത്തം ഭഗവാൻ വന്നപ്പോൾ ശ്രീരാമ ഭഗവാൻ വന്നതുകൊണ്ട് ഇവിടെ ലോകത്രയം 3 ലോകത്തിനും പുഷ്ടി വാച്ചു അത്രമാത്രം ഉണ്ടായി. ഇഷ്ടിയും ഉണ്ടായത് ഇഷ്ടലാഭത്തിനാൽ. ഇഷ്ടി എന്ന് വെച്ചാൽ എന്താണ്, ഈ രാവണൻ മരിച്ചുകൊണ്ട് യാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. പിണ്ടോദകങ്ങളും ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നതും ഞങ്ങൾക്ക് ദൈവമേ. ഇനി സമയം പോണ്, ഒരുപാട് സമയമാണ്. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാർ അനന്തരം വിനാശനാകിയ രാമനെ. രാവണനെ വധിച്ചതുകൊണ്ട് ആ കുടുംബം എല്ലാം നശിപ്പിച്ചു. രാക്ഷസ കുടുംബം നശിപ്പിച്ചു. അതാണ് വിനാശനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞത് ഞങ്ങളും. ഭഗവാൻ ഞങ്ങളുടെ രക്ഷിതന്മാരായി ചമഞ്ഞു. രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്ര വാഹന പാപവിനാശന രക്ഷ പ്രഭു നിത്യം നമോസ്തുതേ. അപ്പോൾ രക്ഷോവരനെ രാവണനെ വധിച്ചത് കൊണ്ട് പക്ഷീന്ദ്രവാഹന ഗരുഡവാഹനായ നാരായണനെ ശ്രീരാമ പാപവിനാശന പാപങ്ങളെ നശിപ്പിക്കുന്നവനെ രക്ഷ പ്രഭു രക്ഷർക്കൻ രക്ഷിക്കുന്നവനെ നിത്യം നമോസ്തുതേ. ഞങ്ങൾ എപ്പോഴും നിത്യവും ഞങ്ങൾ നമോസ്തുതേ. ഗന്ധർവ സംഘമൊക്കെ സ്തുതിച്ചതു, ഗന്ധർവ സംഘങ്ങളും സ്തുതിച്ചു. പങ്കതി കണ്ടാന്തകൻ തന്നെ നിരാമയം അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം. ഞങ്ങൾ ഒളിച്ചു കിടന്നതും അവർ ഒളിച്ചു നടക്കുന്നു. ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ച് പാടിക്കൊണ്ട് അനാരതം സഞ്ചരിക്കാം ഇനി കാരുണ്യവാരിധേ. അപ്പം അന്ധനായിരിക്കുന്ന ഈ രാവണനെ ഭയപ്പെട്ട് ഞങ്ങൾ ഒളിച്ചു കിടന്നത്. എവിടേക്കോ മറിഞ്ഞ് കാട്ടിലോ ഇവിടേക്കോ ഇവനെ പേടിച്ച് നടന്നു. ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങൾ. ഇന്ന് ഭഗവാൻ ഇവനെ വധിച്ചത് കൊണ്ട് നന്നായി സ്തുതിച്ച് പാടിക്കൊണ്ട് ഞങ്ങൾക്ക് ഭഗവാനെ എത്ര സ്തുതിച്ച് പാടിക്കൊണ്ട് അനാരതം സഞ്ചരിക്കാമല്ലോ. ഇനി കാരുണ്യവാരിധേ. മഹർഷിമാർക്കും ഈ ഭക്തന്മാർക്കെല്ലാം സന്തോഷം മറ്റത് പാടിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? രാവണൻ വധിക്കത്തില്ലയോ? ഭക്തന്മാരെ ജീവിക്കാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് ഇപ്പം ഒരു വിഷമമില്ലാതെ ഒരു ഭയമില്ലാതെ പാടിക്കൊണ്ട് സഞ്ചരിക്കാമല്ലോ. കാരുണ്യവാരിധേ. നിൻ ചരണാംബുജം നിത്യം നമോ നമ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ. കിന്നരന്മാര് കിംപുരുഷന്മാർ ഇങ്ങനെ ഓരോരുത്തരാണ് പ്രാർത്ഥിക്കുന്നത്. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസ രാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു. നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതു നിന്നുടെ കാരുണ്യവൈഭവം. അങ്ങനെ അവർ പറയുന്നു, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കും അതിന് അവകാശം വന്നു ഈവനെ കൊന്നതുകൊണ്ട്. പന്നകതൽപ്പേ വസിക്കും ഭവൽ പദം വന്ദാമഹേ വയം. പന്നക സർപ്പത്തിന് മെത്തയായി കിടക്കുന്ന ഭഗവാനെ വസിക്കുക. പാലാഴിൽ അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ അങ്ങയുടെ ഭവൽപദം വന്ദാമഹേ വയം ഞങ്ങൾ ഭഗവാനെ വന്ദിക്കുന്നു. കിംപുരുഷന്മാർ പരൻ പുരുഷൻ പദം പറയാൻ മനസ്സുണ്ട്, പക്ഷെ നാക്ക് വരുന്നില്ല. പറയുന്നതിന് മനസ്സിങ്ങനെ വെമ്പ്, പക്ഷെ നാക്ക് വരുന്നില്ല. അതുകൊണ്ട് എന്താ പറയുക, കിം പുരുഷന്മാർ പരൻ പുരുഷൻ പദം, ഭഗവാന്റെ പദം. പരൻ പുരുഷൻ വെച്ചാൽ ഈ ലോകത്തിൻ്റെ നാഥനായ ഭഗവാൻ ശ്രീരാമൻ്റെ പദം. കിം പുരുഷന്മാർ എന്ത് ചെയ്യുന്നത്? സംഭാവ്യ ഭക്തിയാ പുകഴ്ത്താർ അതിദ്രുത. എങ്ങനെയാ?
കമ്പിതന്മാരായി ഭയം പൂണ്ടൊളിച്ച് എൻ പോറ്റി രാവണൻ എന്ന് കേൾക്കുന്നേരം അമ്പലമാർഗേ നടക്കുമാറില്ല. ഇനി നിൻപാദപത്മം ഭജിക്കായി വരണമേ. ഇവനെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് അമ്പലമാർഗേ പോലും നടക്കുമാറില്ലായിരുന്നു. ഇവനെ ഭയന്നിട്ട് ഇപ്പോൾ ഭഗവാനെ ഭജിക്കായി നിൻപാദപത്മം ഭജിക്കായി വരണമേ, അമ്പലമാർഗേ നടക്കുമാറില്ല. ഇവനെ ഭയന്നിട്ട് അത്രമാത്രം സർവ്വപേരും ഈ രാവണനെ ഭയപ്പാടായിരുന്നു. പിന്നെ സിദ്ധ സമൂഹം അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. സിദ്ധ സമൂഹങ്ങൾ അവരെന്ത് പറയുന്നു? മനോരഥം സിദ്ധിച്ച മൂലം അവരുടെ മനസ്സിൻ്റെ രഥം എന്തായിരുന്നു? ഇവനെ വധിച്ചെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെന്ന് അവരിങ്ങനെ പ്രാർത്ഥിച്ചതാ. സിദ്ധ സമൂഹം അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം അവരുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു, ഭഗവാൻ അവതരിച്ചെങ്കിൽ. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഓ ഇന്ന് ദുഷ്ടകാലം, ഇവിടെ ലോകം മൊത്തവും നശിച്ച് ഭഗവാൻ അവതരിക്കണമേ എന്ന് നമ്മൾ പറയില്ലേ? അതുപോലെ സിദ്ധ സമൂഹങ്ങളും പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ വന്നത് മൂലം ഞങ്ങളുടെ മനോരഥം, ഞങ്ങളുടെ മനസ്സിലിരിപ്പ് സാധിച്ചല്ലോ. അതുകൊണ്ട് ഭഗവാനെ പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്ന് ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ, രക്ത അരവിന്ദാഭ പൂണ്ട ഭവൽപദം നിത്യം നമോ നമോ, നിത്യം നമോ നമോ. വിദ്യാധരന്മാരും പറയുന്നു. വിദ്യാധരന്മാരെന്താ പറയാ? വിദ്യാധരന്മാരും അത്യാദരം പൂണ്ട് ഗദ്യ പദ്യാദികൾ കൊണ്ട് പുകഴ്ത്തുന്നു. ഗദ്യവും പദ്യവും കൊണ്ട് പുകഴ്ത്തുന്നു. നമ്മൾ എങ്ങനെയാ ഇപ്പം തന്നെ നമുക്ക് ഇതിൽ കൂടെ വചനങ്ങൾ ഗദ്യമായും നമ്മൾ പ്രാർത്ഥി, ഭഗവാനി അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നു, ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റണം, ഇത് നമ്മൾ ഗദ്യമായിട്ട് പറയും. പദ്യം എങ്ങനെയാ? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ഇത് പദ്യമല്ലേ? അപ്പം നമ്മൾ എങ്ങനെയും ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഇവിടെ ഗദ്യ പദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാൽ വിദ്വജനങ്ങൾക്കും ഉള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ വിദ്വജന മഹാത്മാക്കളായ വിദ്വാൻമാർ ഉള്ളിൽ തിരിയാതെ, ആരുടെ ഉള്ളിലും അറിയാൻ പറ്റത്തില്ല ഭഗവാനെ. ആർക്കും തത്വാത്മനെ, ഭഗവാൻ തത്വത്തെ ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള പരമാത്മനെ നമ്മൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ എങ്ങനെ അറിയണം? ഭഗവാനെ പോലൊരു ഭഗവാൻ വരണം. യഥാർത്ഥത്തിൽ പരമാത്മാവ് ആണ് ഏകൻ. ആ പരമാത്മാവിൻ്റെ 100% അല്ല 100ൽ ഒരു 90%ഒക്കെ ശ്രീരാമനൊക്കെ കാണും. അപ്പോൾ യഥാർത്ഥം എന്താണ്? പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മത്തെ അറിയാൻ പരബ്രഹ്മം തന്നെ വേണം. അത് വേറെ ആരാ ഉള്ളത്? ആ പരബ്രഹ്മത്തെ അറിയാൻ പറ്റൂ, വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ആ പരബ്രഹ്മമൂർത്തിയാണ് ശ്രീരാമൻ. അതുകൊണ്ട് നമ്മൾ ശ്രീരാമനെ പരബ്രഹ്മമായി കണ്ട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് വിദ്വജനങ്ങൾക്കും ഉള്ളിൽ തിരിയാതെ അറിയാതെ തത്വാത്മനെ പരമാത്മനേതേ നമ. അങ്ങേ ആർക്കും അറിയാൻ പറ്റുകയില്ല. ഒരു വിദ്വാൻമാർക്കും മഹാത്മാർക്കും ഒന്നും തന്നെ അറിയാൻ പറ്റുകയില്ല. ശാരൂപം തേടും അപ്സരസാങ്കണം ചാരന്മാരും ഉരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവர்களுം സ്പഷ്ട വർണ്ണോദ്യൻ മധുരപദങ്ങളാൽ നല്ല മധുരമായിരുന്ന വാക്കുകളാൽ തുഷ്ട്യ കനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണം സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരകബ്രഹ്മവും ധ്യാനിച്ചു താപത്രയും അകന്നു വാണിടനൻ. 3 തരം വിഷമങ്ങളും അവരൊക്കെ തീർന്ന് അവരൊക്കെ സുഖമായി കഴിയുന്നു. സച്ചിൽ പരബ്രഹ്മപൂർണ്ണ ആത്മാനന്ദ അച്യുതം അദ്വയം ഏകം അനാമയം ഭാവനയാ ഭഗവത്പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. ജഗത്തിലുള്ള ജനങ്ങൾ എങ്ങനെയാ? ഇത് അച്യുതം അദ്വയമാണ്, ഏകനാണ്, അനാമയനാണ്. ഭാവനയാ ഭഗവത്പദാംബുജ, നമ്മളെല്ലാം ഭാവന കൊണ്ട് ഭഗവാനെ ഭജിച്ചും സേവിച്ചിരുന്നാൽ ജഗത്രയവാസികൾ. സിംഹാസനോ ഉപരി സീതയാ സംയുതം, ഭഗവാന്റെ അടുത്ത് ഇരിക്കുകയല്ലയോ സിംഹാസനത്തിൽ, ശ്രീരാമൻ അഭിഷേകം ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ സിംഹാസന ഉപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം. രാമ അഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. അഭിഷേക ജലം കൊണ്ട് നനഞ്ഞ ശരീരത്തോടു കൂടിയ രാമ അഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം, സ്വർണം പോലെ പ്രഭയുള്ളവൻ. ചന്ദ്രബിംബാനനം ചാർവായത ഭുജം ചന്ദ്രിക മന്ദഹാസ ഉജ്ജ്വലം രാഘവം. ധ്യാനിപ്പവർക്ക് ഇങ്ങനെ ഭഗവാനെ ചന്ദ്രബിംബാനനം, ഭഗവാന്റെ മുഖം ചന്ദ്രനെ പോലെ ഉള്ള മുഖത്തോടുകൂടി, ആ ഒരു തേജസ്സോടുകൂടി, ചാർവായത ഭുജം, വലിയ സുന്ദരമായ വലിയ കൈകളോട്, ചന്ദ്രിക മന്ദഹാസോജ്വലം, ചന്ദ്രിക പോലെ മന്ദഹാസം ജ്വലിക്കുന്ന ഉജ്ജ്വലം രാഘവം. അങ്ങനെയുള്ള ഭഗവാനെ ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം
കണ്ട് കണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നത് എല്ലാവരും. ആർക്ക് എന്ത് വേണം അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇങ്ങനെ കണ്ട് കണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നത് എല്ലാവരും. വാനരാദികൾക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹമാണ് ഇനി വായിക്കാനുള്ളത്. വാനരാദികൾക്കൊക്കെ ഭഗവാന് അനുഗ്രഹം കൊടുക്കാം. എല്ലാവരും അവിടെ നിന്നൊക്കെ വന്നതല്ലേ, ഭഗവാൻ രാജാവായില്ലേ. അപ്പം ഒരു രാജാവ് പ്രജകൾക്കൊക്കെ എല്ലാം കൊടുക്കണ്ടേ. അതുകൊണ്ട് ഓരോരുത്തർക്ക് വിളിച്ച് ഓരോന്നോരോന്ന് എല്ലാവർക്കും കൊടുക്കും. വിശ്വംഭരാ പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടം ദശാന്തരേ. അപ്പോൾ വിശ്വം ഭരിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും അങ്ങനെ തുടങ്ങി. അപ്പോഴെന്തു എന്നോടെ ലോകമല്ല സസ്യസമ്പൂർണയായി വന്നിത് അവനിയും ഭൂമി. സസ്യങ്ങളെല്ലാം സമ്പൂർണമായി വന്നു. ഉത്സവയുക്തങ്ങളായി ഗ്രഹങ്ങളും എല്ലാ വീടുകളും ഉത്സവത്തിന് തുല്യമായി. എന്നും ഉത്സവം, നല്ല സന്തോഷം. വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു തിന്നിടുന്നു. എല്ലാം മധുരപഴങ്ങളായി വരുന്നില്ല. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലം ഊഴിയിൽ സൽഗന്ധ യുക്തങ്ങളായി വന്നതൊക്കവേ. ദുർഗന്ധമുള്ള പുഷ്പങ്ങളുണ്ട്. ചില പുഷ്പങ്ങൾക്ക് മണമില്ലാത്ത പന്ന ദുർഗന്ധമുള്ളത് കാണും. ആ സമയത്ത് ഭഗവാൻ അവിടെ രാജാവായപ്പോൾ സമയത്ത് എന്തു വന്നു? ആ പുഷ്പങ്ങളെല്ലാം ഭൂമിയിൽ സൽഗന്ധയുക്തങ്ങളായി, കൊള്ളരാത്ത മണമൊക്കെ നല്ല മണമായി വന്നു ഈ ഭൂമിയിൽ ഭഗവാൻ രാജാവായപ്പോൾ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്കും കൊടുത്തു രഘുത്തമൻ. ഇതെല്ലാം ബ്രാഹ്മണർക്ക് കൊടുത്തു. സുബ്രാഹ്മണ നല്ല സാത്വികമായ നല്ല ബ്രാഹ്മണർക്ക് കൊടുത്തു. ഭക്തന്മാരായ ബ്രഹ്മജ്ഞാനികളായ സുബ്രാഹ്മണർ, നല്ല ബ്രാഹ്മണർക്ക്. വസ്ത്രാഭരണ മാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്കും നൽകിയിട്ട് ഞാൻ പൃഥ്വിയുള്ള ഭൂമിയിലുള്ള ബ്രാഹ്മണന്മാർക്കും കൊടുത്തു. വസ്ത്രങ്ങളും ആഭരണങ്ങളും മാല്യങ്ങളെല്ലാം കൊടുത്തു, അസംഖ്യം. സ്വർണരത്നോ ഉജ്ജ്വലം മാല്യം മഹാപ്രഭം വർണ്ണ വൈചിത്ര അനർഘ അനുപമം. ആദിത്യപുത്രൻ നൽകിനാൻ ആദരാൽ ആതിഥേയ അധിപപുത്ര തനയനും അങ്കദൊന്നും കൊടുത്തോരനന്തരം മംഗലാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ ബലേ അതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ട ദേശത്തെങ്കിൽ നിന്നങ്ങെടുത്തിട്ട് 2 കൈ കൊണ്ടും പിടിച്ച് നോക്കിയിടിനാൾ. എന്താ പറയട്ടെ, ആദിത്യപുത്രന് നൽകിനാൻ അതിൽ ആദ്യാധിപ പുത്രൻ തനയൻ എന്ത് ചെയ്ത്? സ്വർണ്ണരത്നോജ്ജലം കൊടുത്തു. മാല്യം മഹാപ്രഭു എല്ലാം വർണ്ണ വൈദ്യന്മാർ അനർക്ക അനുഭവം അല്ലാത്ത ആദിത്യപുത്രന് സുഗ്രീവനാണ് ആദിത്യപുത്രൻ കൊടുത്തു. എന്നിട്ട് ആതിഥേയാധിപ പുത്ര തനയൻ എന്താണ് കൊടുത്തത്? അത് അങ്കദനാന്ന് തോന്നുന്നു. ആതിഥേയ അധിപ പുത്ര തനയൻ. അപ്പം ബാലിയുടെ പുത്രൻ തനയൻ അങ്കദന്. അങ്കദൊന്നും എന്താണ്? തോൾവള. യുവരാജാവല്ലേ, സുഗ്രീവന് രാജ്യമാണ് യുവരാജാവായിട്ട് നിൽക്കുന്നത് അങ്കദനാണ്, ബാലിയുടെ മകന. അതിന് അങ്കദൊന്ന് വെച്ചാൽ തോൾവള കൊടുത്ത്. തോൾവള അനന്തരം ദേവിക്കെന്ത് കിട്ടി? മംഗലാപാങ്ങിയ സീതയ്ക്ക് നൽകിനാൻ എന്താണ്? മേരുവും ലോകത്രയവും കൊടുക്കലും പോരാ വില അതിനങ്ങനെ ഉള്ളൊരു ഹാരം കൊടുത്ത്. അത് കണ്ടു വൈദേഹി എന്ത് ചെയ്ത്? പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിത. അതായത് ഈ 3 ലോകത്തിലും മേരു ഒന്നും കൊടുത്താലും പോരാ അതിൻ്റെ വില. അത്രയ്ക്ക് മഹാത്മ്യമുള്ളൊരു ഹാരം, ഒരു മാല കൊടുത്തു ശ്രീരാമൻ വൈദേഹി സീതയ്ക്ക്. അത് പ്രസാദിച്ച് വാങ്ങിച്ച് മന്ദസ്മിതാന്വിതം കണ്ട ദേശത്തെങ്കിൽ നിന്നങ്ങ് എടുത്ത് കഴുത്തിലോട്ട് ഇട്ടുകൊടുത്ത്. അത് ദേവി എന്ത് ചെയ്ത്? പെട്ടെന്ന് കണ്ട ദേശത്തെങ്കിൽ നിന്നങ്ങ് എടുത്തിട്ട് 2 കൈ കൊണ്ടും പിടിച്ച് നോക്കിയിടിനാൽ. 2 കൈ കൊണ്ട് എങ്ങനെയാണ് പിടിക്കുന്നത്? നമ്മളൊരു പുരുഷന് സ്ത്രീ മാല ചാർത്താൻ ഇടുമ്പോൾ 2 കൈ കൊണ്ടും അപ്പുറം കൊണ്ട് ഇങ്ങനെ പിടിച്ചല്ലേ കഴുത്തിലേക്ക് ഇടുന്നത്. ദേവി അങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നെന്ന് കൂട്ടിക്കോ. അങ്ങനെ പിടിച്ച് നോക്കിയിടിനാൾ. ഭർത്തൃമുഖാബ്ദവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും. അതായത് ഇതിൻ്റെ പേര് സീത ഈ മാലയും പിടിച്ച് മധ്യത്ത് നിൽക്കുന്നു. അങ്ങപ്പുറം ഇങ്ങപ്പുറം നിൽക്കുന്ന ആരാ? ശ്രീരാമനും ഇപ്പുറം ഹനുമാനും. അപ്പോൾ ഇവർ 3 പേരും, ഹനുമാൻ ഒരു വശത്ത്, ഇപ്പോൾ വലത്ത് വശത്താണെങ്കിൽ സീതയുടെ വലത്തേ അറ്റത്താണെങ്കിൽ സീത ഇടത്തെ അറ്റത്ത് ആര് നിൽക്കുന്നത്? ശ്രീരാമൻ നിൽക്കുന്നു. അപ്പോൾ ഈ മാലയും പിടിച്ചുകൊണ്ട് ഭർത്തൃമുഖാംബുജം നോക്കി, ഇടത്തോട്ട് നോക്കി. ശ്രീരാമൻ ഇടത്തോട്ട് നിൽക്കുന്നത്, ശ്രീരാമനെ ഇടത്തോട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി സീത. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്ത്? ഈ മാലയിലോട്ട് പിടിച്ചുകൊണ്ടിരുന്ന മാലയിലോട്ട് നോക്കി. മാലയിലോട്ട് നോക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? വലത്തോട്ട് ഹനുമാനെ നോക്കി. അപ്പം എന്താ എൻ്റെ അർത്ഥം?
ശ്രീരാമനെ നോക്കിയിട്ട് മാലയെ നോക്കി, കൈ പിടിച്ചിരുന്നത് മാല നോക്കി. ആ മാല നോക്കിയിട്ട് ആ മുഖം എങ്ങോട്ട് പോയി? ഹനുമാനിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മാല ഹനുമാൻ കൊടുക്കട്ടെ ശ്രീരാമൻ ചോദിക്കുന്നല്ലേ എൻ്റെ അർത്ഥം. ഭർത്തൃമുഖാബ്ജവും മാരുതി വക്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം എന്ത് ചെയ്ത്? ഭഗവാൻ പെട്ടെന്ന് കത്തി. എനിക്ക് കത്തിയതുപോലെ ഞാനിങ്ങനെ മനസ്സിലാക്കി. അതുപോലെ ഇംഗിതജ്ഞൻ വെച്ചാൽ എന്താണ്? ഈ കാര്യം സീതയുടെ ഉള്ളത്തിലിരിക്കുന്നത് മനസ്സിലാക്കി ആര്? ശ്രീരാമൻ. ഞാനും മനസ്സിലാക്കി വിചാരിച്ചു. എനിക്കിതാരും പറഞ്ഞു തന്നില്ല, ഞാനിത് മനസ്സിലാക്കി. ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗളദേവതയോട് ചൊല്ലിടിനാൽ ദേവിയോട് പറഞ്ഞു, ഈ കണ്ടവകളിൽ ഇഷ്ടനാകുന്നത് ഇവിടെ ഇത്രയും പേര് നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് നിൽപ്പുണ്ട്. പക്ഷേ ശ്രീരാമനെ നോക്കിയിട്ട് മാലയെ നോക്കിയിട്ട് ഹനുമാനെ നോക്കി ഹനുമാൻ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ സത്യം. ശ്രീരാമൻ അത് മനസ്സിലാക്കി. പക്ഷെ പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവർ അറിയത്തില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഈ കണ്ടവകളിൽ ഇഷ്ടനാകുന്നത് ആര്? ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരെ. ഇവിടെ കുറേ പേര് നിൽപ്പുണ്ട്, അതിൽ ആർക്കാണ് നിനക്ക് ഉൾക്കമലത്തിൽ നിനക്ക് ആരെയാണ് ഇഷ്ടം മനോഹരെ? അത് ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ടെങ്കിൽ അതാണ് ഈ കണ്ടവകളിൽ അവിടെ ശ്രീരാമനും ഹനുമാനും മാത്രമല്ല, അവിടെ വേറെയും പലരും കാണും. അതുകൊണ്ട് ഈ കണ്ടവകളിൽ ഇഷ്ടനാകുന്നത് ആര്? ഉൾക്കമലത്തിൽ, ദേവിയുടെ ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരെ ആരെയാണ് നിനക്ക് ഇഷ്ടം? അവന് നൽകിയിട് അവന് നീ മറ്റാരുമില്ല നിന്നെ ആകൂതഭംഗം വരുത്തുവാൻ ഓമലെ. ഇതിന് തടസ്സം പറയാൻ ഇവിടെ ആരുമില്ല, ആരും പറയത്തില്ല. നിനക്ക് എന്താണ് നിനക്ക് ഇഷ്ടം? നിനക്ക് ഇത് ആർക്ക് കൊടുക്കണം? നിൻ്റെ ഇഷ്ടം, നിൻ്റെ ഉള്ളിൽ ആരെ ഇഷ്ടം അവർക്ക് നീ കൊടുക്കൂ. മനോഹരെ ശ്രീരാമൻ പറഞ്ഞു. അങ്ങനെയുള്ളവർ കൊടുക്കൂ എന്ന് പറഞ്ഞു. ആകൂതം എന്താണ്? സീതയുടെ അഭിപ്രായത്തിന് ആരും തടസ്സമാവത്തില്ല, എന്തും ചെയ്യാം, ആർക്കും വെള്ളം കൊടുക്കാം, അത് അവരുടെ ഇഷ്ടമാണ്. ഭഗവാൻ അനുവാദം കൊടുത്തു. അപ്പോൾ എന്നത് കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാൻ നൽകിനാൾ. അത് കേട്ടപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ട് വൈദേഹി എന്ത് ചെയ്തു? സീത പതുക്കെ വിളിച്ചു, ഹനുമാൻ കൊടുത്തു. ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഇത് ആ നോട്ടത്തിൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഓരോന്നോരോന്ന് വായിക്കണം മക്കളെ. ഇത് ഇങ്ങനെ ചെയ്തത് എൻ്റെ വിശ്വാസം. വേറെ ആർക്കും നിന്ന് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞതാ എനിക്ക് കമ്മിറ്റി കൂടെ. ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും. ഹനുമാൻ അങ്ങനെ സന്തോഷമായി പരമാനന്ദ സംയുതം അഞ്ജലിയോട് തിരുമുമ്പിൽ നിന്നിടും. അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ. അപ്പം തൊഴുതും കൊണ്ട് നിൽക്കുകയാണ് ഹനുമാൻ. അത് കണ്ടുകൊണ്ട് ഈ അഞ്ജനാപുത്രൻ തൊഴുതുകൊണ്ട് നിന്നപ്പോൾ രഘുവരൻ എന്ത് ചെയ്തു? ശ്രീരാമൻ മന്ദം അരികെ വിളിച്ച് അരുൾ ചെയ്തതാം ആനന്ദപരവശനായി മധുരാക്ഷരം മാരുതനന്ദന. മധുരാക്ഷരം എന്താണ്? ആ വാക്കിൽ മധുരമുണ്ട്. മന്ദമാണ് വിളിച്ചത്. ഹനുമാനെ എന്ന് പതൊക്കെ ആരും കേൾക്കാതെ ഹനുമാൻ മാത്രം കേട്ടാൽ മതി. മന്ദം അരികെ വിളിച്ച് അരുൾ ചെയ്ത് ആരാ? ശ്രീരാമൻ ഹനുമാനെ വിളിച്ചിട്ട് പറയുന്നു, ആനന്ദപരവശനായി പറയുന്നു, മധുരാക്ഷരത്തോടുകൂടി പറയുന്നു, മധുരമായി പറയുന്നു. എങ്ങനെയാ പറയുന്നത്? മാരുത നന്ദന വേണ്ടും വരത്ത നീ വീര വരിച്ചു കൊള്ളുക. ഏതും മടിയാ? നീ മടിക്കേണ്ട മാരുത, വേണ്ടും നിനക്ക് എന്താ വേണ്ടേ ആ വരം നീ ചോദിച്ചോളൂ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയുക ശ്രീരാമൻ. അത് മാരുതനന്ദന വേണ്ട പറഞ്ഞ നീ വീര നീ എന്നൊന്നുമല്ല പറഞ്ഞത്, സന്തോഷത്തോടെ മധുരമായി പറയുവാണ് മാരുതനന്ദൻ. എനിക്കിപ്പം തൊണ്ട പതുക്കെ പറയാൻ പറ്റുന്നില്ല, ഉറക്കെ പറ്റുക, കാരണം സൗണ്ട് വരുന്നില്ല, തൊണ്ട അടച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇത്ര ഉറക്കെ പറയുന്നത്. തൊണ്ട അടയ്ക്കുന്നതോറും ഞാൻ ഉറക്കെ പറയുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ വിളിച്ചു പറയും, മാരുതനന്ദന വേണ്ടും വരത്തെ, എന്താ നിനക്ക് വേണ്ട വരം? അത് നീ നീ വീരനാണ്, നീ അത് വരിച്ചു കൊള്ളുക, ചോദിച്ചു കൊള്ളുക, മടിക്കണ്ട, മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു? വന്ദിച്ചു പറയുന്നു, അപേക്ഷിച്ചു, സ്വാമിൻ പ്രഭോ നിൻ തിരുവടി തന്നെ നാമവും ചാരു ചരിത്രമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിരണം. സ്വാമിൻ പ്രഭോ ശ്രീരാമ, ഭഗവാനെ സ്വാമിൻ എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നു, നിൻ തിരുവടി ശ്രീരാമൻ അങ്ങയുടെ തന്നെ നാമവും ചാരു ചരിത്രമുള്ള നാൾ. നമ്മൾ ഈ ശ്രീരാമ ഭഗവാന്റെ ചരിത്രമാണല്ലോ ഇപ്പം വായിക്കുന്നത്. ഇത് എത്ര നാൾ ഈ ഭൂമിയിലുണ്ടാവും? ഈ നാമം ശ്രീരാമ എന്നുള്ള നാമവും ഈ ചരിത്ര ഈ കഥകളും ഉള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിരണമെന്ന് പറഞ്ഞു. ഹനുമാൻ ചോദിച്ച വരം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ മാമകെ മാനസേ തൃപ്തി വരാവി. എനിക്ക് തൃപ്തി വരുന്നില്ല ഭഗവാൻ, എത്ര കേട്ടാലും ശ്രീരാമനാമം മാമകെ എൻ്റെ മാനസത്തിൽ തൃപ്തി വരുന്നില്ല. ഭൂമിയിൽ ഇത്ര നാളും ഈ കഥ ഉള്ളിടത്തോളം കാലം, ശ്രീരാമ എന്നുള്ള നാമം ഉള്ളിടത്തോളം കാലം എനിക്ക് ഇവിടെ വാഴണം. എന്തിനാ? ഈ നാമം കേൾക്കാൻ. ശ്രീരാമനാമം
കേട്ടുകൊള്ളുവാൻ അനാരതം രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ ഭഗവാന്റെ രാമ എന്നുള്ള നാമം ജപിക്കുക, അത് സ്മരണ, അത് ഓർക്കുക, ശ്രവണങ്ങൾ കേൾക്കുക. മാമകേ, എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ഇത് ഇത്രത്തോളം വന്നിട്ട് എനിക്ക് എൻ്റെ മാനസത്തിൽ തൃപ്തി വരുന്നില്ല വിഭു. മറ്റു വരം അമ്മ വേണ്ട ദയാനിധി, എനിക്ക് വേറെ ഒരു വരവും വേണ്ട. എനിക്ക് ഇവിടെ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഉള്ള കാലം ഭഗവാന്റെ ഈ നാമങ്ങൾ കേൾക്കുന്ന എത്രത്തോളം കാലമുണ്ട് അത്ര നാൾ ഇവിടെ കഴിയണം. മറ്റൊരു വരവും എനിക്ക് വേണ്ട. മറ്റു ഇളക്കമില്ലാതെ ഒരു ഭക്തി, ദൃഢമായൊരു ഭക്തി വേണം. ഒരു ഇളക്കവും കൂടാതെ ആ ഭക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകരുത്. അന്നും ഇന്നും എന്നും ഒരുപോലെ ഇരിക്കണം. അതുകൊണ്ട് മറ്റിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം എന്നത് കേട്ട് ഒരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിയ ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്ത് അനുഗ്രഹം കൊടുത്ത് ഇത് കേട്ടപ്പോൾ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ, ഭഗവാൻ പറഞ്ഞു. എൻ്റെ കഥ ഉള്ള നാൾ വരെ നീ മുക്തനായി ഇവിടെ വാഴുക. ഭക്തി കൊണ്ടേ ഒരു ബ്രഹ്മത്വവും സഖി. എല്ലാവർക്കും ഇത് കേൾക്കണം. ഇവിടെ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ മുക്തനാകും. അങ്ങനെ നമ്മൾ കഴിയാം. ഭഗവാന്റെ കഥ കേൾക്കുകയും അത് ചൊല്ലുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തു വരുമ്പോൾ അപ്പോൾ ഭക്തി കൊണ്ടേ നമുക്ക് ബ്രഹ്മത്വം സഖി. ഒരു ബ്രഹ്മത്വം എന്താണ്? ആ ഭഗവാൻ ചേർന്നിരിക്കുന്ന ഒരു ബ്രഹ്മത്വം ഉണ്ട്. അത് എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഭക്തി ഉള്ളവർക്ക് അത് കിട്ടും. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ എടുത്തെടുത്ത് പറയുന്നത്, ഭഗവാൻ ഞാൻ ഭക്തനിലും ഭക്തൻ എന്നിലും. യേശുദമ്പരാൻ പറയുന്നു, പിതാവ് എന്നിലും ഞാൻ പിതാവിലും. അങ്ങനെ പറയാൻ നമുക്ക് ആവണം. നമുക്കങ്ങനെ പറയാനുള്ള ഉറപ്പുണ്ടാകണം. അതുകൊണ്ട് പറയുന്നു, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഹി. ജാനകീദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്ന് അനുഗ്രഹിച്ചു. ബാക്കി എന്തൊക്കെ ഉണ്ട് അതൊക്കെ ദേവിയും അനുഗ്രഹം കൊടുത്ത്, സീതാദേവി. ഭോഗാനുഭൂതികൾ താനേ, അതായത് സുഖാനുഭവങ്ങളെല്ലാം താനേ വരികെന്ന് അനുഗ്രഹം. കാരണം ചോദിക്കുക നമ്മുടെ അത് തന്നെ വന്നുകൊള്ളും എന്ന് പറയാം. അത് സത്യമായ കാര്യമാണ്. ഇന്നിപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത്, എനിക്ക് എങ്ങനെ കഴിയണം ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല. എനിക്ക് എങ്ങനെ ജീവിക്കണം, നാളെ എങ്ങനെ എന്നുള്ള ചിന്ത എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്താ, എൻ്റെ കാര്യം എത്രയും മുമ്പേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ. ഇപ്പം ഞാൻ എന്തിനു വേണ്ടി ചോദിക്കണം? ഇല്ലെങ്കിൽ വേണ്ടേ ചോദിക്കാൻ. അതുകൊണ്ട് തനിയെ വന്നുകൊള്ളും. ഒരു ഭക്തൻ അങ്ങനെയാണ്. ഒന്നും ആഗ്രഹിക്കാൻ വേണ്ട, ചോദിക്കുകയും വേണ്ട. സ്വന്തം പിതാവ് സ്വന്തം പൊടി കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളെ നോക്കുന്നത് എങ്ങനെയാ? ഒരു പൊടി കുഞ്ഞിന് സമയങ്ങളിൽ അമ്മ അങ്ങോട്ട് പോകുമ്പോൾ അച്ഛൻ നോക്കും, അച്ഛൻ മാറിപ്പോകുമ്പോൾ അമ്മ നോക്കും. അങ്ങനെ മാറി തരും രക്ഷാർത്ഥങ്ങളുടെ കടമയത്. അതുപോലെ നമ്മളൊരു പൊടി കുഞ്ഞായി ഇരിക്കുക ഭഗവാന്റെ മുമ്പിൽ, ഭഗവാനോട് ചേർന്നിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഭോഗാനുഭൂതികൾ താനേ വരികെന്ന് അനുഗ്രഹിച്ചിടാൻ സീതാദേവി. പിന്നെ എന്തെങ്കിലും ഭയക്കണോ? എന്തിനു ഭയക്കണം? അനുഭവമാണ് ഗുരു. ഞാനിത് അനുഭവം പറയാം. ആനന്ദ ബാഷ്പ ആനന്ദ ബാഷ്പരീതാക്ഷന അതെന്തോ ആനന്ദ പരിതാക്ഷനായവൻ എന്നുവെച്ചാൽ കണ്ണിൽ കൂടി അക്ഷം കണ്ണിൽ കൂടി ആനന്ദ കണ്ണുനീര് വന്നു. ആരുടെയാ? ഈ ഹനുമാന്റെ. ആനന്ദ പരിതാക്ഷനായവൻ വീണ് നമസ്കൃത്യ പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു. രാമപാദാബ്ജവും ചിന്തിച്ച് ചെന്ന് ഹിമാലയം ബുക്ക് തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിക്കുന്നു. അപ്പം ഈ ഹനുമാൻ സന്തോഷത്തിന് ആനന്ദ കണ്ണുനീരെല്ലാം വന്ന് ഭഗവാനെ വീണ്ടും നമസ്കൃത്യ ചെയ്ത് രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു. ഭഗവാനെ സീതയും ഒന്നായി കണ്ടാണല്ലോ എന്താ പണിപ്പെട്ടത്? രാമപാദാബ്ജം ചിന്തിച്ച് ചെന്ന് ഹിമാലയം ബുക്ക് ഇവര് പിരിഞ്ഞു പോകാനൊക്കെ വലിയ വിഷമമാണ് സീതയും ശ്രീരാമനെയും. അതുകൊണ്ട് പണിപ്പെട്ട് ഭഗവാന്റെ പാദാബ്ജമൊക്കെ ചിന്തിച്ച് തന്നെ ചെന്ന് ഹിമാലയം ബുക്ക് തപസ്സിനായി പോയി ഹനുമാൻ. പിന്നെ ഗുഹനെ വിളിച്ച് മനുവൻ. അടുത്ത ഗുഹനാണ്. ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻ മച്ചരിത്രങ്ങളും ചിന്തിച്ച് വാഴുക നീ. അത് ഭഗവാൻ പറഞ്ഞു, ശൃംഗിവേരനോട് പറഞ്ഞു, ഗച്ഛ സഖേ. അത്ര സന്തോഷമുള്ള ഉത്തമനായ സുഹൃത്തല്ലേ. അതുകൊണ്ട് ഭവാൻ എൻ്റെ ചരിത്രങ്ങൾ, ഭഗവാന്റെ ചരിത്രങ്ങൾ, ശ്രീരാമ ചരിത്രങ്ങളും ചിന്തിച്ച് വാഴുക നീ. ഗുഹൻ്റെ സ്ഥാനത്ത് പോയി എൻ്റെ ചരിത്രം ഭഗവാന്റെ ഈ കഥകളൊക്കെ ചിന്തിച്ച് കഴിയൂ. ഭോഗങ്ങളെല്ലാം ഭുജിച്ച് ചിരം, എല്ലാ സുഖഭോഗങ്ങളെല്ലാം ഭുജിച്ച് ചിരം അനേക കാലം ഒരേകഭാവം ഭജിച്ചിടുക എന്നോട് നീ. അപ്പോൾ ഏകഭാവം എന്താണ്? ഒരേ ഭാവം. ശ്രീരാമഭഗവാൻ ചിന്തിക്കുന്ന ഭാവം തന്നെ ആയിരിക്കണം ഗുഹനും. ഗുഹൻ എന്ത് ചിന്തിക്കുന്നു അത് ശ്രീരാമനും, രണ്ടും ഒന്നല്ലേ? അപ്പോൾ ഏകഭാവമായില്ലേ? ഭഗവാൻ എന്താണ് അതാണ് ഗുഹനും ആകുക. അങ്ങനെ ആയി ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് രണ്ടും ഒന്നായി അവിടെ ജീവിക്കൂ എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഓരോരുത്തരും
നമ്മുടെ ഹൃദയം ഭഗവാനോട് ചേർന്ന് ലയിക്കണം. ഭഗവാൻ ചിന്തിക്കും, നമ്മളും ചിന്തിക്കണം. അങ്ങനെയാണ് ഞാൻ എന്നാൽ കഴിയുന്നില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുക. ഭഗവാൻ എന്താണ് അത് എനിക്കാകണം എന്നുള്ളത്. ഭഗവാൻ എന്ത് ചിന്തിക്കുന്നു അത് എനിക്ക് സാധിക്കും. അങ്ങനെയാണ് ഏകഭാവം എന്ന് പറയുന്നത്. അപ്പം ഏകഭാവം ഭജിച്ചിടുക എന്നോട് നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത് അവ്യാജ ഭക്തൻ യാത്ര തുടങ്ങിയ അവ്യാജ ഭക്തനാണ് നമ്മൾ. ഒരു കളങ്കമില്ലാത്ത ഭക്തൻ. എന്താണ് ഭഗവാൻ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഭക്തി ശരിയാണോ? അത് കളങ്കമല്ലേ? ഒന്നിനു വേണ്ടി ആഗ്രഹിക്കണ്ട, ഒന്നിനു വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കണ്ട. നമുക്ക് ഭഗവാൻ മാത്രം മതി. ബാക്കി ഇവിടെ സീതാദേവി കൊടുത്തു കണ്ടില്ലേ, സർവ്വം അതിനോടൊപ്പം എല്ലാം കിട്ടും. നമ്മളെന്തിനു പിന്നെ അത് ചിന്തിക്കണം? നമുക്ക് ഭഗവാനെ മാത്രം മതി. അതാണ് അവ്യാജ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി, കളങ്കം ഇല്ലാത്ത ഭക്തി. അത് ആണ് അത് ഈ ഗുഹൻ. അവ്യാജ ഭക്തന് യാത്ര വഴങ്ങിനാൻ പ്രേമ ഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാൽ ആശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാനദി പരിശോഭിതമായൊരു ശൃംഗിപേരം പ്രവേശിച്ചു മരുവിനാൻ. അങ്ങേരും ദുഃഖപ്പെട്ടാണ് പോയത്. വിയോഗം, ഭഗവാനെ പിരിയാൻ വയ്യാത്ത വിയോഗത്തിൽ ഗുഹനും പോയി. മൂല്യമില്ലാതെ, അതായത് അമൂല്യങ്ങളായ വസ്ത്രാഭരണങ്ങൾ, കാരണം വിലപിടിക്കാൻ പറയാൻ പറ്റാത്തവണ്ണമുള്ള അമൂല്യമായ, അതാണ് മൂല്യമില്ലാതെ എന്ന് പറയുമ്പോൾ അത് തിരിച്ചാണ്. അമൂല്യമായിരിക്കുന്ന അത്രത്തോളം വിലപിടിപ്പുള്ള വിലപിടിച്ചാൽ വില വെക്കാൻ പറ്റത്തില്ല, അത്രമാത്രം അമൂല്യമാണ്. വസ്ത്രാഭരണങ്ങളും മാല്യ കളഭ ഹരി ചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർന്ന ആദരാൽ മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി. മർക്കട നായകന്മാർ ആരാണ്? കുരങ്ങന്മാരുടെ നായകന്മാരല്ല, അവർക്കെല്ലാം പ്രത്യേകം കൊടുത്തു. കിഷ്കിന്ത പൂകന്ന് അയച്ചവന്, കാരണം കിഷ്കിന്ത സുഗ്രീവൻ എടുക്കുന്നതാണെന്നല്ല വന്നേക്കുന്നത്. ഈ കുരങ്ങന്മാർ, കിഷ്കിന്തയാണ് അവരുടെ രാജ്യം, ആ രാജാവാണ് സുഗ്രീവൻ. അപ്പോൾ കിഷ്കിന്ത പൂകന്ന് അയച്ചവളിനെ, എന്നിട്ടോ സുഗ്രീവനും വിയോഗന ദുഃഖം പൂണ്ട് കിഷ്കിന്ത പൂക്ക് സുഖിച്ചു മരുവിനാൻ. വേണ്ടുവോളം കണക്കല്ലാത്ത വസ്ത്ര ആഭരണങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വില പറ്റാ അറിയാം, അത്രത്തോളം വില പറയാൻ പറ്റത്തില്ല. അതിനൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ടു. സീത ജനകനായിടും ജനകനെ, അത് സീതയുടെ പിതാവാണ് ജനകൻ. സീത ജനകനായിടും, അത് സീതയുടെ പിതാവായ ജനകനെ. പേരും ജനകൻ എന്ന, സീതയുടെ അച്ഛൻ്റെ പേര് ജനകൻ എന്ന, പിതാവിനെ വിളിക്കുന്നതും ജനക എന്ന. അതുകൊണ്ട് സീതയുടെ പിതാവായ ജനകനെ, അതിനാണ് സീത ജനകനായിടും ജനകനെ പ്രീതിയോടെ വിളിച്ച് ആശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ട് കൊടുപ്പിച്ച് ഓരോ തരം നൂതന പട്ടാമ്പര ആഭരണാദിയും നൽകി വിദേഹരാജ്യത്തിന് പോകുന്ന പുലുകി കനിവോട് യാത്ര തുടങ്ങിനാൻ. സീതയുടെ അച്ഛനെയും എല്ലാം കൊടുത്തു വിട്ടു. രാജാവാണ് സീതയുടെ ജനകൻ വെച്ചാൽ സീതയുടെ പിതാവിൻ്റെ പേര് ജനകൻ. രണ്ടുപേരെ അത് ജനകൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാശി രാജാവിനും വസ്ത്രാഭരണങ്ങൾ ആശയാനന്ദം വരുമാർ നൽകിനാൻ. കാശിയുടെ രാജാവിനും കൊടുത്തു. പിന്നെ മറ്റുള്ള കാശി രാജാവ് കൈകേയിയുടെ പിതാവാണോ? ആണ്, കേകയപുത്രി എന്നാ പറയുന്നത്. അതിൽ കാശി ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. കേകയ രാജാവ് എന്ന് പറയുന്നത് കാശി ആണെങ്കിൽ കൈകയുടെ, അത് ശ്രീരാമൻ്റെ ഭരതൻ്റെ അമ്മയുടെ അച്ഛനായിരിക്കും. അപ്പോൾ കാശി രാജാവിനും വസ്ത്ര ആഭരണങ്ങൾ ആശയാനന്ദം വരുമാറ് നൽകിനാൻ. പിന്നെ മറ്റുള്ള നിർവന്മാർക്കും ഒക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവ്വം കൊടുത്തയച്ചിടിനാൻ. സമ്മാനപൂർവ്വം വെച്ചാൽ എന്താണ്? ബഹുമാനത്തോടെ എല്ലാവർക്കും കൊടുത്തു. സമ്മോദം ഉൾക്കൊണ്ട് പോയാൽ അവர்களுം സന്തോഷത്തോടെ അവരെല്ലാവരും പോയി. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ നേരം, ഇനി വിഭീഷണുണ്ടല്ലോ, ഭക്തിയാ നമസ്കരിച്ചാൻ ശരണാപൂജയെ. വിഭീഷണനും വന്നു. നക്തഞ്ചരേന്ദ്രനായിട്ട് വന്നത് ഒറ്റ ഒരാളെ ഉള്ളല്ലോ അവിടുന്ന്, ഈ അഭിഷേകശി രാജാവാക്കിയല്ലോ. അദ്ദേഹം ഭക്തിയാ ഭഗവാനെ നമസ്കരിച്ച് ചരണാമൃതയിലൂടെ നമസ്കരിട്ട്, മിത്രമായി നീ തുണച്ചോറ് മൂലം നീ എൻ്റെ മിത്രമായി നിന്ന് എന്നെ തുണച്ചില്ലേ, സഖ്യം ചെയ്ത് എനിക്ക് വേണ്ടത് സഹായിച്ചില്ലേ, അതുമൂലം മമ ശത്രുക്കളെ ജയിച്ചേൻ ഒരു ജാതി. ഞാൻ അങ്ങനെയാണ് ഞാൻ ശത്രുക്കളെ ജയിച്ചത്. മമ അതുകൊണ്ട് ആ ചന്ദ്രതാരകം ലങ്കൽ വാഴുക നീ, നാശം അരികളാൽ ഉണ്ടാകില്ലത് നീ. അതുകൊണ്ട് ആ ചന്ദ്രതാരകം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം ലങ്കൽ വാഴുക. ആരോട് പറയുന്നു? ശ്രീരാമൻ വിഭീഷണനോട്, രാവണന്റെ അനുജനായ ഭഗവാന്റെ ഭക്തനോട് പറയുന്നു. ആ ചന്ദ്ര താരകം നക്ഷത്രം, ചന്ദ്രൻ ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ള കാലത്തോളം ലങ്കൽ വാഴുക നീ. നാശ അത് അരികളാൽ നിനക്ക് ഒരു നാശവും ഉണ്ടാകയില്ല. ഇനി നിനക്ക് ശത്രുക്കൾ ഉണ്ടാകയില്ല ഭഗവാൻ പറഞ്ഞു. ഉണ്ടായ ശത്രുക്കളെല്ലാം പോയല്ലോ, രാവണനെല്ലാം പോയി. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിയുണ്ടോ. എന്നെ നീ ഇതാ എല്ലാ പരമാത്മാവായ അവതാര പുരുഷന്മാൻ പറഞ്ഞു, എന്നെ നീ മറക്കരുത്. മറന്നാ പോയി, പിന്നെ ഇല്ല.
പരമാത്മാവിനെ മറന്നാൽ പിന്നെ എന്താ ഉള്ളേ? നമുക്ക് ഒരേ ഒരു ഇതൊന്നും മതിയല്ലോ, ഒന്ന് മതിയല്ലോ. അതിനെ നമുക്ക് മറക്കാതിരിക്കാം. എല്ലാവരും അങ്ങനെ ശ്രമിക്കാം. എന്നിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട, ഒറ്റ എണ്ണം മതി അതിനെ മറക്കാതിരിക്കാം. നമ്മളെ പിന്നെ ശ്വാസം പോകണം. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യ ജനാധിപനായി വസിച്ചിട. നീ ഒരു പുണ്യ ജനങ്ങളുടെ അധിപനായി നീ വസിക്കും. പുണ്യം നല്ലവനായി വസിച്ചിടോ. വിഷ്ണു ലിംഗത്തെയും പൂജിച്ച് നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മന മുക്കതനായി വാണിടുകയെന്ന് നിയോഗിച്ച്. വിഷ്ണു ലിംഗത്തെ എന്നാ ഭഗവാൻ പറഞ്ഞേക്കുന്നത്. ശ്രീരാമലിംഗം എന്ന് പറഞ്ഞില്ല, വിഷ്ണു ലിംഗം. എല്ലാം ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വിഷ്ണു ലിംഗത്തെയും പൂജിച്ച് നിത്യവും വിഷ്ണു പരായണനായി വിശുദ്ധാത്മന മുക്കതനായി വാണിടുക. വിശുദ്ധാത്മന പരമശുദ്ധനായി തന്നെ മുക്കതനായി നീ വാഴുക എന്ന് നിയോഗിച്ച്. മുക്കതാഫലമണി സ്വർണ്ണ ആഭരണങ്ങളും അതായത് മുത്തുമണികളും രത്നങ്ങളും ധാരണം സ്വർണം ഇവ എല്ലാം ആവോളവും കൊടുത്ത ആശ പോവാൻ അയച്ച് അവർ മുത പുണർന്നിടാൻ. പിന്നെയും ചിത്തവിയോഗ ദുഃഖം കൊണ്ട് കണ്ണുനീര് അത്യർത്ഥം ഇറ്റിറ്റ് വീണും വണങ്ങിയും സങ്കടം സഹിക്കയ്യ. ഭക്തന്മാരങ്ങനെയാ, പിരിയുമ്പം അത്രമാത്രം ദുഃഖം ഉണ്ടാവും. അതുകൊണ്ട് ഇറ്റിറ്റ് വീണും വണങ്ങിയും ഗൽഗത വർണ്ണേന യാത്ര ചൊല്ലി, ഗൽഗതത്തോടു തന്നെ യാത്ര ചൊല്ലി. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണം. അങ്ങനെ ഇങ്ങനെ പോയി, നിർഗമിച്ച് അദ്ദേഹം പോയി. ലങ്കയിൽ ചെന്ന് സുഹൃത്ത് ജനത്തോടും ആതങ്കം വഴി സുഖിച്ച് വാണിടാൻ. ലങ്കയിൽ ചെന്നിട്ട് നല്ല സുഹൃത്തുക്കളാ ജനത്തോടുകൂടി ആതങ്കം ഒരു വിഷമവും ഇല്ലാതെ സുഖിച്ച് വാണിടാൻ. ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം. തോനെയുണ്ട്, ഇനി കുറച്ചേ ഉള്ളൂ. അപ്പം ശ്രീരാമൻ്റെ രാജ്യഭാരഫലമാണ്. കാരണം ഭഗവാൻ രാജ്യഭാരം ഏറ്റപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ജാനകി ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ട് രാജഭോഗാന്വിതം അശ്വമേധാദിയാൻ യാഗങ്ങളും ചെയ്ത് വിശ്വപവിത്രയാൻ കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. പ്രജകൾക്കെല്ലാം സന്തോഷമായി, കീർത്തിയൊക്കെ ആയി. എല്ലാം സന്തോഷത്തിൽ ഭഗവാൻ പരിപാലിക്കുന്നു എല്ലാ പ്രജകളെയും. വൈധവ്യ ദുഃഖം ഭരിതമാർക്കില്ല, ഒരു വ്യാധി ഭയവും ഒരുത്തർക്കും ഇല്ലല്ലോ. അവിടെ വൈധവ്യ ദുഃഖമില്ല. ഇന്ന് അതേ ഉള്ളു. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിരിയുക, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ഇതൊക്കെയാണ് ഇന്ന്. അന്ന് ഇതൊക്കെ എന്ന് എഴുതിയതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് വൈധവ്യ ദുഃഖമില്ല, വനിതമാർക്ക് സ്ത്രീകൾക്ക് ഇല്ല, ഒരു വ്യാധിയില്ല, ഭയവും ഒരുത്തർക്കും ഇല്ലല്ലോ. അവിടെ വ്യാധിയില്ല, ഭയമില്ല. സസ്യ പരിപൂർണ്ണയല്ലോ ധരിത്രി. ധരിത്രി എന്ത് ചെയ്യുന്നു? സസ്യം കൊണ്ട് പൂർണ്ണമല്ലോ. നന്നായി സസ്യങ്ങളെല്ലാം വിളയുന്നു, ജനങ്ങൾക്കെല്ലാം വേണമല്ലോ. അപ്പം ഭൂമി നന്നായി വിളയുന്നു. ദസ്യുഭയവും ഒരിടത്തുമില്ല, കള്ളശല്യങ്ങളും ഇല്ല. ദസ്യു എന്ന് വെച്ചാൽ കള്ളനാണ് തോന്നുന്നു. ബാലമരണം അകപ്പെടാറില്ല, കുഞ്ഞുങ്ങളുടെ മരണമില്ല. കാലേ വർഷിക്കുമല്ലോ ഖനങ്ങളും, സമയാസമയങ്ങളിൽ മഴ പെയ്യിക്കുന്നു. രാമപൂജ അപരന്മാർ നരന്മാർ ഭൂമി. രാമപൂജ ചെയ്യാത്തവരും ആയിരിക്കും. രാമപൂജ അപരന്മാർ നരന്മാർ ഭൂമി. രാമനെ ധ്യാനിക്കും ഏവരും. ഒന്ന് വ്യത്യാസമില്ല. ഇവിടെ പൂജിക്കാത്തവർ പോലും പൂജിക്കാത്ത അപരന്മാർ എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമപൂജ അപരന്മാർ വെച്ചാൽ ഭഗവാനെ ആരാധിക്കാത്തവരും മറ്റു നരന്മാരെല്ലാവരും ഭൂമിയിൽ രാമനെ ധ്യാനിക്കും. എല്ലാവരും എപ്പോഴും അത് തന്നെയാണ്. അല്ലാതെ എല്ലാം ഒന്നുപോലെ തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ഒരേ രീതിയായി ഭഗവാന്റെ രാജ്യഭരണം. വർണ്ണ ആശ്രമങ്ങളിൽ തനിക്കുള്ള ഒന്നും ഇളക്കം വരുത്തുകയില്ല ആരുമേ. അവരവർക്കുള്ള ആശ്രമങ്ങളൊന്നും ആർക്കും അങ്ങോട്ട് ഒരു ശല്യവും ഇല്ല. ഇന്നാണെങ്കിലോ എനിക്ക് തോന്നുന്നു അതിൻ്റെ അർത്ഥം ഇതാണെന്ന്. ഇന്ന് പള്ളി പൊളിക്കൽ, അമ്പലം പൊളിക്കൽ, ഗുരുതമന്ദിരം പൊളിക്കൽ, ഇതൊക്കെ അവനവൻ്റെ ആശ്രമങ്ങൾ പൊളിക്കലല്ലേ. അപ്പോൾ അന്ന് വർണ്ണാശ്രമങ്ങളോ ഇങ്ങനെയുള്ള ഓരോ 4 ആശ്രമങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്തരാ പുരുഷാർത്ഥം എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാറുണ്ട്, മറന്നു പോകുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാം അങ്ങ് മറന്നു പോകും. അപ്പോൾ തനിക്കുള്ള ഒന്നും ഇളക്കം വരുത്തുകയില്ല. അവരവർക്ക് എന്താ വൈശ്യ ശൂദ്ര അല്ല ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇങ്ങനെയൊക്കെയുള്ള അവരവർക്ക് അവരുടെ രീതി തന്നെയാണ്. അതൊന്നും ഒരു മാറ്റമില്ല. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളത് ഒന്നും ഇളക്കം വരുത്തുകയില്ല ആരുമേ. എല്ലാവരും അതാണ് തോന്നുന്നത്. എല്ലാവരും ഉണ്ട് അനുകമ്പ മാനസേ. നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കും. എല്ലായ്പ്പോഴും നല്ലതേ ഉള്ളൂ, അല്ലാതെ ഒഴിഞ്ഞൊരു ചിന്തയുമില്ല. അന്യായമായ ചിന്തകളൊന്നും തന്നെ ഇല്ല. നോക്കുമാറില്ലാരുമേ പരതാരങ്ങളും ഓർക്കയുമില്ല പരദ്രവ്യവുമാരുമേ. ആരും ആരുടെ ഭാര്യമാരെ ഒരു നോട്ടം പോലും ചെതറിന്നാണെങ്കിലോ. അപ്പം നോക്കുമാറില്ല ആരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരും. അന്യൻ്റെ ദ്രവ്യം പരം അന്യൻ്റെ ധനങ്ങളെ ആരും മോഷ്ടിക്കത്തില്ല. ആരുടെയും ഭാര്യമാരെ നോക്കുകയില്ല. ഇന്ദ്രിയ നിഗ്രഹം എല്ലാവരും ഉണ്ട്. കാരണം വരച്ചവരെ നിൽക്കും, ബില്ല് അവിടെ നിന്നാണ് അവിടെ നിൽക്കും. ഇന്ദ്രിയങ്ങൾ ഒരു അനാവശ്യത്തിനും പോവത്തില്ല. ഇന്ന് എന്ത് നാണം കെട്ടൊരു ജീവിതം. എന്താ വെച്ചാൽ ജീവിത മാർഗങ്ങൾ പോയി.
തിന്നണം, മദ്യം കുടിക്കണം, ഇറച്ചി തിന്നണം. ഓ, കുറേ മൃഗങ്ങളെ അങ്ങ് അറുത്ത് വാരുക. ഇതൊക്കെ എവിടെ, ഞാൻ ഇതിനകത്ത് നോക്കുമ്പോൾ ഏതോ രാജ്യങ്ങളിലും കാണിക്കുന്ന കോലങ്ങൾ, അട്ട, പുഴു, പാമ്പ്, ഇതൊക്കെ എന്തോ ദൈവമേ, മനുഷ്യനാണോ എന്നൊരു സംശയം. നമ്മൾ സത്യത്തിൽ ഈ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ജനിച്ചത് വളരെ സന്തോഷം. ഇപ്പോഴാണല്ലോ എന്നാലും കുറച്ച് നാൾ ഈ മൃഗങ്ങളെ വേട്ടയാടി ഇങ്ങനെ കൊന്ന് തിന്നുന്നത്, അത് വേണ്ടത്ര തിന്നുന്നത്. പക്ഷെ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്, എത്രമാത്രം ദുഷിച്ച ലോകമായി മാറി നമ്മൾ. എന്തെങ്കിലും അർത്ഥമുണ്ടോ? വെറും മൃഗങ്ങളാക്കി അങ്ങേ അറ്റമായി കഴിയുന്നു. തിന്നെന്ന് വെച്ചാൽ തിന്ന് മദ്യം കുടിച്ചിട്ട് ഇതങ്ങ് തിന്നുക. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വൃത്തികെട്ട ആഹാരങ്ങളാണ് കഴിക്കുന്നത്. എങ്ങനെ സഹിക്കും? ഈ ലോകത്ത് ജനിക്കാനേ തോന്നുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താ ഇനി ഇതുപോലൊക്കെ വല്ലവർക്ക് അറിയാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ വല്ലതും പറഞ്ഞു കൊടുക്കാം, ഇനി എന്തെങ്കിലും പഠിച്ചു വന്ന്, ഇപ്പം പഠിക്കാതെ എനിക്കിനി നന്നായി പഠിച്ചൊന്ന് ആർക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല ഭഗവാനെന്ന് ഞാൻ പറഞ്ഞ്. അങ്ങനെ സന്തോഷമൊന്നും പറഞ്ഞില്ല. കാരണം ഇതൊക്കെ ഓർത്താൽ ആഹാരവും വെള്ളവും എല്ലാം കുടിക്കാൻ പറ്റുമോ? ഈ ലോകത്തുനിന്ന് വെറും വൃത്തികെട്ട വെള്ളങ്ങളല്ലേ കുടിക്കുന്നത്, തിന്നുന്നതും എല്ലാം വെറും വൃത്തികെട്ട ഭക്ഷണങ്ങളല്ലേ കഴിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ജനിക്കേ വേണ്ട, എവിടെയെങ്കിലും പൊക്കളയാം. ഇന്ത്യ നിഗ്രഹം എല്ലാവനും ഉണ്ട്, നിന്ദയുമില്ല പരസ്പരം ആർക്കും കുശുമ്പും കുന്നാമം നിന്ദയും ഒന്നും തന്നെ ഇല്ല. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ച് രാഘവൻ. അവനവൻ്റെ സ്വന്തം മക്കളെ എങ്ങനെ രക്ഷിക്കുന്നത് അതുപോലെ ഭഗവാൻ ശ്രീരാമൻ എല്ലാ പ്രജകളെയും രക്ഷിച്ചു. സാകേതവാസികളായ ജനങ്ങൾക്ക്, അതായത് ഈ ലോകവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖം എന്തോന്ന് ഇതിൽ പരം എന്താ ഉള്ളത്? ലൗകികമായ സുഖം അത്രത്തോളം ഉണ്ട്, ഇതിൽ പരം എന്താ ഉള്ളത്? അത്രമാത്രം സന്തോഷമായിട്ടാണ് ഈ ലോകവാസികളെല്ലാം കഴിയുന്നത്. വൈകുണ്ഠ ലോക ഭോഗത്തിന് തുല്യമായി ശോകമോഹങ്ങൾ അകന്നു മേവിടിനാർ. അതായത് സ്വർഗസുഖത്തിന് തുല്യമായി തന്നെയാണ് ഇവിടെ ശോകമോഹങ്ങളെല്ലാം, വിഷമങ്ങളും ആഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിങ്ങനെ തുല്യമായി കഴിയുന്ന എല്ലാവരും ഒന്നുപോലെ. രാമായണ മഹാത്മ്യം. അധ്യാത്മരാമായണമിതം എത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനിനി ജന്മനാ മുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. ഇത് നമ്മൾ അധ്യയനം ചെയ്താൽ മർത്യന്, മനുഷ്യന് ജന്മന, അതായത് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി സിദ്ധിക്കും, അതിന് ഒരു സംശയമില്ല. മൈത്രീകരം ധനധാന്യ വൃത്തിപ്രദം, ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം, ദീർഘായുർ അർത്ഥപ്രദം പവിത്രം പരം. ദീർഘായുസ്, അർത്ഥം, ഇതൊക്കെ പവിത്രം പരം, സൗഖ്യപ്രദം, സകല അഭീഷ്ടസാധകം, സകലങ്ങളും എന്തും അഭീഷ്ടങ്ങളെല്ലാം നൽകും, കിട്ടും. ഭക്തിയാ പഠിക്കലും ചൊലുകലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. എത്രമാത്രം മഹാപാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഭക്തിയായത് പഠിക്കുകയും ചൊലുകലും തൽക്ഷണം എപ്പോഴും തന്നെ മുക്തനായിടും. എന്തെങ്കിലും കഷ്ടപ്പെട്ട് വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. അർത്ഥമില്ലാത്തവർക്ക് ആഗ്രഹിച്ചാൽ മഹാധനം വന്നു ചേരും. പുത്രാഭിലാഷിക്കോ, മക്കളില്ലാത്തവർക്ക് അഭിലാഷം വന്നാലോ ആഗ്രഹം വന്നാലോ സുപുത്രനെ, നല്ല പുത്രനെ കിട്ടും. തഥാ സിദ്ധിക്കും ആര്യജനങ്ങളെ സമ്മതം, നല്ല നല്ല ആര്യന്മാർക്ക് ജനങ്ങളുടെ സമ്മതം ഉണ്ടാകും. വിദ്യാഭിലാഷി വിദ്യയ്ക്ക് വേണ്ടി കൊതിച്ചാലോ മഹാബുധനായി വരും, നല്ല ബുദ്ധിമാന്മാരായി പാണ്ഡിത്യം ഉണ്ടാകും. വന്ധ്യായുവതി കേട്ടിടയിൽ നല്ലൊരു സന്തതി ഉണ്ടാകും അവർക്കെന്ന് നിർണയം. മക്കളില്ലാത്ത സ്ത്രീകൾക്ക് ഈ കഥ കേൾക്കുകയും പറയുകയും പ്രാർത്ഥന ചെയ്താലേ അവർക്ക് സന്തതി ഉണ്ടായി വരും. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും. അർത്ഥാർത്ഥി കേട്ടിടിൽ അർത്ഥവാനായി വരും. അർത്ഥാർത്ഥി, അർത്ഥത്തിന് ആർത്തിയുള്ളവർക്ക്, ഈ സ്വത്ത് അർത്ഥമില്ലാത്തവർക്ക് ഈ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ, ഇതൊക്കെ കേട്ടാൽ എന്തുവരും? അർത്ഥവാനായി വരും, ധനവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും. അതിദുഃഖിതൻ കേൾക്കൽ സുഖിയായി വരും അവൻ. ഭീതൻ ഇത് കേൾക്കിൽ, ഭയമുള്ളവൻ കേൾക്കാൻ നിർഭയനായി വരും, ഒരു ഭയവും കൂടാതിരിക്കും. വ്യാധിതൻ കേൾക്കിൽ അനാദരനായി വരും, രോഗമില്ലാത്തവനായി വരും. വ്യാധി അസുഖങ്ങളാണല്ലോ, വ്യാധി വന്ന് വലയ്ക്കുന്നു, നമുക്ക് അസുഖങ്ങളും വിഷമങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ഉള്ളവർക്ക് ഈ പരമാത്മാവിൻ്റെ ഈ ശ്രീരാമചരിത്രങ്ങൾ കേൾക്കുകയും പറയുകയൊക്കെ ഭക്തിയായിട്ട് ചെയ്താൽ എന്തുവരും? അനാദരന, ഒരു രോഗം ഇല്ലാത്തവനായി വരും. അതിപ്പോൾ 3 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നില്ലയോ? അതിന് മുമ്പും ഉണ്ട്, പക്ഷേ മക്കൾക്ക് എല്ലാവർക്കും തീർത്തറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്. കാരണം ഞാൻ ഈ 3 വർഷം കൊണ്ട് ഏതെങ്കിലും ആസ്പത്രിയിൽ കിടന്നു, അത്രയും വയ്യാത്തതാണ് സത്യത്തിൽ. വയ്യായിക ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന് ഉള്ളതാ, ജന്മന ഉള്ളതാ. അതൊക്കെ ഈ ജന്മത്തിൽ കിട്ടിയല്ല, കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ അത് ഇപ്പം അനുഭവിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് വെളിയിലോട്ട് എടുത്തങ്ങ് വരും. ഇനി ഒത്തുകൂടെ കഴിയുമ്പോൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, വളഞ്ഞൊക്കെ ഇരിക്കുക വിരളല്ല.
അപ്പോൾ അങ്ങനെ നമുക്ക് എന്നാലും അതിൽ ഇത്ര നാളൊക്കെ ഇങ്ങനെ പോയില്ലേ, ഇനിയിപ്പോൾ എത്ര നാളത്തേക്കാ, 5-10 ദിവസമോ എത്രയെന്ന് ആർക്കറിയാം, ഭഗവാനല്ലേ അറിയുള്ളൂ. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. അത് നമ്മളെ മനസ്സിൽ എന്താ വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏത് നല്ല വിലപിടിപ്പുള്ള വാഹനമായാലും ഓടി ഓടി വരുമ്പോൾ അതിന് തേയ്മാനങ്ങൾ വരും. അത്രേ എനിക്കുള്ളൂ. അതുകൊണ്ട് വ്യാധിതൻ കേൾക്കൽ അനാതുരനായി വരും, രോഗമില്ലാത്തവനായി വരും. ഭൂത ദൈവാത്മാർത്ഥം ആയുടൻ ഉണ്ടാകുമ്പോൾ ആദികളെല്ലാം അകന്നു പോകും നിർണയം. ഭൂത ദൈവാത്മാർത്ഥമായി ഉടൻ ഉണ്ടാകുമ്പോൾ എന്നുവെച്ചാൽ ദൈവ ആത്മാർത്ഥമായുടൻ ഉണ്ടാകും ആദികളെല്ലാം അകന്നു പോകും നിർണയം. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഭഗവാനിൽ ദേവ പിതൃഗണ താപസ മുഖ്യന്മാരേവരും ഏറ്റവും പ്രസാദിക്കും അത്തരം. കൽമഷമെല്ലാം അകലും. അതേ അല്ല, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. പാപങ്ങളെല്ലാം പോകുന്നത് മാത്രമല്ല, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വര അഗ്നിസുതയ്ക്ക് ഉപദേശിച്ചതാതരാൽ ഈ ആധ്യാത്മരാമായണം പരമാത്മാവായ പരമശിവൻ അഗ്നിസുതയ്ക്ക്, അത് പർവ്വതപുത്രിയായ അതായത് ഉമാദേവിക്ക്, പാർവതിക്ക് ഉപദേശിച്ചതാതരാൽ ഭഗവാൻ പരമശിവൻ ആക്കാണ് പാർവതിക്ക് ഉപദേശിച്ചാത്. നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും. ഇത് നിത്യവും നമുക്കിത് തീർന്നാലും അവരവരുടെ വീട്ടിൽ ഇതൊക്കെ എടുത്ത് വായിക്കുകയും പറയും. അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബിൽ കൂടെ ഒക്കെ ഇനി ഇതുപോലെ വരും. അല്ലെങ്കിൽ ഇതൊക്കെ നീക്കി നോക്കുമ്പോൾ ഇനിയും കിട്ടും. നമുക്ക് ഇതിൻ്റെ തന്നെ എൻ്റെ തന്നെ കേൾക്കണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഈ ചാനലിന് അത് കിട്ടുമല്ലോ. അത് നീക്കി നോക്കുമ്പോൾ ഇതൊക്കെ വരുമല്ലോ, എന്ത് വേണമെങ്കിലും കേൾക്കാമല്ലോ. അതുപോലെ അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് ആരും ഇടത്തില്ലേ, എന്തും കേൾക്കുമ്പോൾ എന്ത് വരും? നിത്യവും ശുദ്ധബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യണം. ഭഗവാൻ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ഭാഗവതമായാലും എന്തായാലും അത് ഭഗവാനിൽ ഭക്തിയോട് തന്നെ അധ്യയനം ചെയ്യലും മുതാ കേൾക്കലും. അത് അധ്യയനം വായിച്ചാലും അത് കേട്ടാലും ഭക്തിയോടുകൂടി വേണം ചെയ്യാൻ. സിദ്ധിക്കും എല്ലാ അഭീഷ്ടം, എല്ലാ ആഗ്രഹങ്ങളും സിദ്ധിക്കും എന്നിങ്ങനെ ബദ്ധമതം പരമാർത്ഥം ഇതൊക്കെ പരമാർത്ഥമാണെന്ന് എനിക്ക് നന്നായി പറയാൻ പറ്റും. ഈ ഇതിൽ എഴുതിയേക്കുന്നത് നമുക്കൊന്നുമില്ല, ഇതാരോ എഴുതാന്ന് പറയാം, നമുക്ക് വിശ്വസിക്കണം എന്ന് വയ്ക്കാം. പക്ഷേ എന്നെ വിശ്വസിക്കാമെങ്കിൽ കറക്റ്റായ കാര്യമാണ്. ഞാൻ ഇന്നുവരെയും അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ഭക്തിയാ സിദ്ധിക്കും എല്ലാ അഭീഷ്ടം എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ പരമാർത്ഥമാണ്. ഇതിന് സാക്ഷി ഞാനുണ്ട്. എനിക്ക് ഇത്രയ്ക്കും നന്നായി പറയാൻ പറ്റും. ചിലർ എന്താ ഞാൻ പറയാൻ നല്ല ഭക്തിയുള്ള മനുഷ്യർ ഇത് വിശ്വസിക്കും. ഇത് സത്യമാണല്ലോ, ഇതാണ് നിത്യമായി ഉള്ളത്, ഇതൊന്നേ ഉള്ളൂ നിത്യം. ഇതിന് ചില അറിവില്ലാത്തവർ അന്ധന്മാരെന്ത് ചെയ്യും? ഇതൊക്കെ ശ്രീരാമൻ മനുഷ്യനല്ലേ, ഇതൊക്കെ ആരും എഴുതിയിട്ടതല്ലേ, ഇതൊക്കെ ഒക്കുന്നതാണോ, ഒത്തതാണോ, ഇതൊക്കെ കള്ളം, ഇതൊക്കെ ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, നമ്മുടെ ഭക്തമക്കളൊന്നും അങ്ങനെയല്ല, അവർക്ക് ആർത്തി അത് കേൾക്കാൻ. അത്രമാത്രം ഉറപ്പാണ് ഇത് ഭഗവാന്റെ ചരിത്രങ്ങൾ. അതുകൊണ്ട് സിദ്ധിക്കും എല്ലാ അഭീഷ്ടമെന്ന് ഇങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും. ചിത്തം തെളിഞ്ഞ് കേട്ടു മഹാലോകരും എല്ലാവരും, എല്ലാ ലോകത്തിലുള്ള എല്ലാവരും ഇത് കേട്ടു. ചിത്തം അങ്ങ് തെളിഞ്ഞു. ഇത് കേട്ടാൽ ചിത്തം തെളിയത്തതാരാ? ഇത് കേൾക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇന്ന് വായിച്ചതൊക്കെ അല്ല മക്കളെ ഇത് വായിക്കേണ്ടത്. നമ്മളിത് 1-2 തവണ മുമ്പ് വായിച്ചത് പിന്നെ ഇത് 3ാമത്തെ തവണ വായിക്കുന്നത്. ഇതൊക്കെ അന്നേരം വായിച്ചങ്ങ് മറന്നു പോകുന്നു. ഇന്നിപ്പോൾ പുതിയ എടുക്കുമ്പം 1 വർഷം കൊണ്ട് എടുക്കുമ്പം അതെല്ലാം മറന്നു. നമുക്ക് നിത്യേന ഇത് കൈകാര്യം ചെയ്താൽ മാത്രമേ എനിക്കിത് ഓടിച്ച് വായിക്കാനും അത്രയ്ക്കുള്ള ഇത് വരുത്തുക. നന്നായി പാഠം വന്നെങ്കിലേ നമുക്ക് ഭക്തിപൂർവ്വം ഇത് ചെയ്യാൻ പറ്റും. ഭക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് മനഃപ്പാഠം ആക്കണം. ഈ വചനങ്ങൾ ചൊവ്വന് വായിക്കുമ്പോൾ അക്ഷരം ഒരു വരി കാണുമ്പോഴേ നമ്മൾ വായിച്ചുകൊണ്ടങ്ങ് പോകണം. ഇത് നോക്കി പിടിക്കണം. നമ്മൾ എന്താണ് അടുത്ത വരിയിൽ എന്ന് ചിന്തിക്കുക. നമ്മൾ ഭക്തി ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ വേണ്ടത്? ചൊവ്വനേരെ ഇത് ആദ്യം മനഃപ്പാഠം ആക്കിയിട്ട് വേണം ഇരിക്കാൻ. നമ്മൾ എന്നും വായിച്ചാൽ മതി, അപ്പോൾ തനിയെ അങ്ങ് വന്നോളും. നിത്യേന വായിക്കുന്നവർക്ക് ഒരു കുഴപ്പം വരത്തില്ല. അത് 10 ദിവസം തന്നെ വായിച്ചാൽ മതി, അപ്പോഴിതെല്ലാം മനഃപ്പാഠം ആകും. എല്ലാവർക്കും നമസ്കാരം. ഇത് അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദ യുദ്ധകാണ്ഡ സമാപ്തം ശുഭം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി എന്താ പറയുക, ഇത് തന്നെ നമുക്ക് അയവിറക്കാം. അടുത്ത വർഷം വരെ അയവിറക്കിയിരിക്കുക. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇടുമല്ലോ, ആരെങ്കിലൊക്കെ ഇടുമല്ലോ, അപ്പോൾ കേൾക്കാമല്ലോ. നമുക്ക് ഈശ്വരൻ അനുവദിക്കുന്നെങ്കിൽ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ഒന്നും പറയാൻ ആളല്ലോ. എന്താണ് ഭഗവാന്റെ തീരുമാനം, അതിന് ഞാൻ എന്താ പറയുക, അതാണ് ഞാൻ അങ്ങനെയാ. ഭഗവാൻ എന്ത് തീരുമാനിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് പറയാനില്ല. ജീവിച്ചിരുന്നാലും ഭഗവാന്റെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും.